ഞങ്ങൾക്ക് കർത്താവേ നിന്റെ മകനിൽ കൂടി അനേക വിഷയങ്ങളും അനേക കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം കർത്താവ് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കൂടിയിരിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളുണ്ട് ജനത്തെ ഉറപ്പിച്ച ദൈവമേ, അടിയങ്ങളെയും ഉറപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം സന്തോഷം എല്ലാം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ജീവശേഷപ്പച്ചന്റെ നാമത്തിൽ എല്ലാ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥ പിതാവേ. സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ദൈവാത്മാ ഇടപെട്ടത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന് 25-ഉം എഫേസ്യർ 5:25-32 സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന ദൈവാത്മാ സിസ്റ്റർ വേണ്ടി ഇടപെട്ട സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന ദൈവം യേശു വന്ന എല്ലാം അറിയാവോ? ഞാൻ കണ്ടു യേശുവിടെ വന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ കിടക്കുമ്പോൾ, നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറക്കാൻ പ്രാർത്ഥിക്കണം ദൈവത്തോട്. കാരണം കർത്താവിനെ കാണണം നമ്മൾ. സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ യേശുവിടെ വന്നു. ഒറ്റ സെക്കൻഡ് കാണുള്ളൂ. എന്നാൽ പെട്ടെന്ന് എനിക്ക് വചനം വന്നിട്ട് പോയി. എഫേസ്യർ 5:25-32 വരെ സിസ്റ്റർ വന്നാണ്. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ നമ്മളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറാചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയെ നിഷ്കളങ്കമേ തനിക്ക് എന്നെ തേജസ്സോടെ മുന്നോട്ടേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടും ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാവുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക എത്രയോ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അതിനൊത്ത ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശത്തിലേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാവുന്നു. 2 കൊരിന്ത്യർ 11:2 വായിച്ചു. പക്ഷെ 2 കൊരിന്ത്യർ 11:2 അതിന് സിസ്റ്ററിന് മീനിങ് വേണ്ടി കിട്ടിയോ? ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് അതാണ് അതിൻ്റെ ആ ഷോർട്ട് ഒറ്റൊരു കീ പോയിന്റ്. അത് അത്രയും വാചകം വായിച്ചെങ്കിലും അതിൻ്റെ കീ അതാണ്, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. 2 കൊരിന്ത്യർ ചാപ്റ്റർ 11 വായിച്ചാൽ അതിൻ്റെ 2 കൊരിന്ത്യർ 11:2 വായിച്ചേ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ഇരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല. അതാണ് പറഞ്ഞത്. അതൊന്നും ക്ലിയർ ആയി സിസ്റ്റർ, ഒന്നും ക്ലിയർ ആയി. ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് മനസ്സിലായോ? അതാണ് കർത്താവിന് ദൂത്. അത് തന്നെ 17:19 റിവലേഷൻ 19 വായിച്ചേ. 7 മുതൽ 9 വായിച്ചേ. സിസ്റ്റർ വായിച്ചേ. 19:7 മുതൽ 9 വരെ. റിവലേഷൻ ചാപ്റ്റർ. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങി. ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് അത് തന്നെയാ പറയുന്നത് കേട്ടോ. ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് അതാണ് എന്നോട് കാണിച്ചത്, സിസ്റ്ററിനെ കുറിച്ച് കാണിച്ചത്. ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് കുഞ്ഞാടിന്റെ കാന്ത. മനസ്സിലായോ? ദൈവസഭയെ കുറിച്ച് കാണിക്കുന്നതാണ്, അല്ല മണവാട്ടി സഭയെ കുറിച്ച് കാണിക്കുന്നതാണ്. ഇതിനകത്ത് ഇൻഡിവിജ്വലായിട്ട് സിസ്റ്ററിനെ കുറിച്ച് കാണിക്കുന്നത്. അപ്പം ദൈവം ഓൾറെഡി എന്താണ്, ദൈവത്തിന്റെ മണവാട്ടി സഭയ്ക്കകത്ത് കണ്ടുവച്ചിരിക്കുന്ന ആളാണ്. അതനുസരിച്ച് കർത്താവുമായിട്ട് മുന്നോട്ട് പോകണം. ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, ഞാൻ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ആണ് മുന്നോട്ട് പോകണം. മനസ്സിലായി? ഞാൻ മണവാട്ടി സഭയിലെ ഒരംഗമാണ്. യേശുവിനെ അല്ലേ, യേശു നമ്മളെ വിവാഹം കഴിക്കാൻ വരുമല്ലോ. മീൻസ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമല്ലോ. ആ ഒരു ധാരണ ആ ഒരു ഹൃദയം എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ താൽക്കാലികം ജീവിക്കുന്നു, പക്ഷേ അതാണ് നമ്മുടെ ഉദ്ദേശം മുഴുവൻ. അതാണ് നമ്മുടെ മൈൻഡ് മുഴുവൻ അതായിരിക്കണം, നമ്മുടെ ഹൃദയം മുഴുവൻ അതായിരിക്കണം. കർത്താവായിരിക്കണം. Holy Spirit, you welcome here. Yes. You welcome Holy Spirit. Please, you come here. This is your ministry, Holy Spirit. ഞങ്ങളുടെ ആരുടെ മിനിസ്ട്രി അല്ല, പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയാണ്. ദൈവമാണ് കർത്താവെ ഞങ്ങളോട് കൊണ്ടുവന്നത്. പരിശുദ്ധാത്മാവാണ് ഞങ്ങളോട് കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് രാത്രി ഞങ്ങൾ സംസാരിക്കണം, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാനൊക്കെ കൃപ തരണം. വേണ്ട വചനങ്ങൾ തരണം. പ്രത്യേക കർത്താവെ റീബാൻ അഷന്തരാരകസ്തി ഷാഹിന്റെ പ്ലാനുകളും എല്ലാം പൊട്ടിച്ച് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീസസ് 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 യേശുവിന്റെ നാമത്തിൽ രാത്രിയെല്ലാം വെളിപ്പെട്ടു വരും. എന്തുപോലെ രാത്രിയെല്ലാം വെളിപ്പെട്ടു വരും. മലയാളം
വീര്യപ്പെട്ടു വെളിപ്പെട്ടു വരും. അതിനെ പറയുന്നവർക്ക് സൗഖ്യമാവില്ല. യേശുണ്ടെങ്കിൽ സൗഖ്യമാവും. വളരെ ഉറപ്പിക്കുന്നതാണോ സൗഖ്യം. അന്ന് രാത്രി ഇവിടെ നടക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കും. അനേകർ കടന്നു വരട്ടെ. കർത്താവ് സൗഖ്യമാണ്. ട്യൂമർ സൗഖ്യമാണ്. ക്യാൻസർ സൗഖ്യമാണ്. സൗഖ്യമാണ്. അനേകർ ക്രിസ്തുവിൽ ആദായമാക്കി മാറ്റുക. നിത്യതയ്ക്ക് ഒരുക്കുവാൻ ശിഷ്യന്മാരായി വാർത്തെടുക്കാൻ ഞങ്ങളെല്ലാം സഹായിക്കും. ഇവിടുന്ന് കേൾക്കുന്ന എല്ലാ ജീവിതത്തിൽ അത് പ്രയോജനമായി തരുവാൻ ഞങ്ങൾക്ക് ജീവിതത്തിൽ അത് ചെയ്തെടുക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. എല്ലാ പോരുകളെ പോരാട്ടങ്ങളെ മഹത്വം കർത്താവിന്. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കൊരു അല്പസമയം അന്യഭാഷകൾ പറയാം. നമുക്ക് ആ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് അന്യഭാഷകൾ പറയാം. Oh, the blood of Jesus. Yes. Blood. Oh, Jesus. Oh, blood. Oh, Jesus. Oh, the blood of Jesus. Shabarati. Washes white as snow. ചൂടടിക്കും ചൂട്. നല്ല ഹോട്ടടിക്കുന്നു. അന്യഭാഷ പറഞ്ഞ സമ്പൂർണ്ണമായ മനപ്പാടത്തിലേക്ക് സമർപ്പിക്കുന്നു. എന്റെ ദേഹവും പ്രാണവും ആത്മാവും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എന്റെ ഹൃദയത്തെ ഞാൻ തുറന്നു തരുന്നു. കർത്താവേ, എന്റെ എല്ലാ ഫീൽഡിലേക്ക് അങ്ങേക്ക് തുറന്നു തരുന്നു. കർത്താവേ, എന്നെ ഒന്ന് സ്കാൻ ചെയ്യണമേ. വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ ഞങ്ങളെ നടത്തുന്ന ദൈവമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Baba ri baba ri bajana 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 ri baba ri amana veda raja sandara jiva raja veda raja jiva jana veda raja. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Ri baba ri bajana 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 ri baba Shabari mahastara ri kamana veda raja uda prasandara jiva raja ka veda raja jiva jana veda raja raja veda raja namaste veda raja arthakara veda raja uda prasandara jiva raja ka veda raja jiva jana veda raja raja veda raja pragati veda raja arthakara veda raja. Hallelujah, 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 hallelujah.
Hallelujah, 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 കർത്താവേ സ്തോത്രം, hallelujah, പാസ്റ്റർ ഈ ജെനീസിസ് 15 പാസ്റ്റർ സംസാരിക്കുക. ആമേൻ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. ഞാൻ നിന്റെ ആദിമത്തായ പരിചയം. No, God appears as a smoking fire pot on flaming touch that passes between divided animal, you know, cases to seal to covenant with Abraham. Yes, covenant with Abraham. So അത് ഒരു covenant ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പാസ്റ്ററുമായിട്ട്. This is symbolizing his soul obligation to fulfill the promise. Yes. മനസ്സിലായോ? പ്രോമിസ് കർത്താവ് നൽകുന്ന വാഗ്ദത്തങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ കവണന്റ്. സോ അതായത് അവിടെ ഫയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റെപ്രസെന്റ്സ് ദ ഡിവൈൻ പ്രസൻസ്. ഡിവൈൻ പ്രസൻസ് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം കൂടിയിരിക്കും പാസ്റ്ററുടെ എപ്പോഴും ഫയർ ആയിട്ട്. ഒരു കവണന്റ് എന്ന കർത്താവ് പറയുന്നത്. സോ ഹല്ലേലൂയ. അവിടെ എഴുതിക്കുന്നത് ഗോഡ്സ് വാക്ക് ഇൻ ദ ഫയർ എന്നായിരിക്കുന്നത് അല്ലേ? ദൈവം തീയിലൂടെ നടന്നു. പിതാവാം ദൈവത്തെ കാണിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണിക്കും തീയല്ലേ. സോ അവിടെ വായിക്കുന്ന 15-ാം അധ്യായത്തിൽ അവിടെ ഇരുട്ട് വ്യാപരിച്ചപ്പോൾ അല്ലേ, ഡാർക്ക് ഫിൽ ഇൻ ദ ജെനസിസ് 15, അബ്രഹാം വാസ് ഇൻ എ ഡീപ് ഫിയർഫുൾ സ്ലീപ്പ്. വാസിന്റെ ജീവിതത്തിൽ ഡീപ് ഫിയർഫുൾ സ്ലീപ്പിലാണ്. മീൻസ് ചില ആത്മാവിന്റെ കാര്യത്തിലല്ല പറയുന്നത്. ചുറ്റുപാടുകൾ നോക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെ ഒരു ഡീപ്പാണ്, മനസ്സിലായി? ആകെ ഒരു ഇരുട്ടാ മൊത്തം. വീടുകളിലെ ഡീപ്പ് വീട്ടിലൊരു പ്രശ്നങ്ങൾ എല്ലാം ഡീപ്പാണ്, എല്ലായിടത്തും ഇരുട്ടാ. നമ്മുടെ ആത്മാവിന്റെ കാര്യമില്ല പറയുന്നത്. അപ്പൊ നമ്മൾ ഉറങ്ങുന്ന പോലും ഫിയർഫുൾ സ്ലീപ്പാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ഉറക്കം പോലും പേടിച്ച് ഉറങ്ങുന്നത്. മനസ്സിലായോ? എന്തായിത്തീരും കർത്താവേ, മനസ്സിലായോ? നമുക്ക് മരിക്കാൻ വഴിയുള്ള കാര്യമില്ല പറയുന്നത്, ചുറ്റുപാട് നടക്കുന്ന കാര്യം പറയുന്നത്. സോ ഹല്ലേലൂയ. സോ അവിടെ കാണിക്കുന്ന ഫ്ലേമിംഗ് ടച്ച് ആൻഡ് സ്മോക്കിംഗ് ഫയർ പോട്ട് മൂവ് അലോൺ indicate that God alone took on the responsibility for filling the covenant promise. അതാ പറയുന്നത്. യെസ്, അതായത് കർത്താവ് തന്നെ എല്ലാ കവണന്റും ഇല്ല. കർത്താവ് പറഞ്ഞ പ്രോമിസസുകളെല്ലാം പാസ്റ്റിന്റെ ബുദ്ധിയിലോ പാസ്റ്റിന്റെ മസിൽ പവറിലോ പാസ്റ്റിന്റെ കാൽക്കുലേഷൻ നടക്കത്തില്ല. കർത്താവ് തന്നെ ചെയ്യും. മനസ്സിലായോ? വാക്തത്വങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാം ദൈവം തന്നെ ചെയ്യുന്ന പറയുന്നത്. അതാ പറഞ്ഞ പാസ്റ്റിന് രാത്രി പോയി ധ്യാനിക്കണത്, അല്ല നാളെ ധ്യാനിക്കണം. സോ ഗോഡ് അലോൺ ടുക്ക് ഓൺ ദ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പാസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കണ്ട. മനസ്സിലായോ? സോ ഈ ഫുൾഫിൽ കവണന്റ് പ്രോമിസസ് പാസ്റ്റർ തന്ന ദൂതുകളെല്ലാം ഞാൻ നിവർത്തിക്കണമെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല ദൈവം പറയുന്നത്. ദൈവം നിവർത്തിച്ചോളൂ. എന്നെ കാണിക്കുന്ന ഒരു പോട്ടിന്റെ അകത്തോട്ട്, ഒരു വലിയ പാത്രത്തിന്റെ അകത്തോട്ട് ദൈവം അഭിഷേകം പകരും. മനസ്സിലായോ? വെള്ളം ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക, വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളായ ഈ പോട്ടിന്റെ അകത്തോട്ട് ദൈവത്തിന്റെ ആ അഭിഷേകം വന്നു കഴിയുമ്പോൾ നമ്മളറിയത്തില്ല നമ്മളാണ് വാക്കിയത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ നടത്തുന്നത്. മനസ്സിലായോ? നമ്മളല്ല പിന്നെ നടക്കുന്നത്. സോ നമ്മളല്ല പിന്നെ നടക്കുന്നത്, പരിശുദ്ധാത്മാവിനെ നടക്കുന്നത് അല്ലേ? അതവിടെ ആ 15-ാം അധ്യായം അവിടെ ഈ ഫയർ സിംബോളിസം അവിടെ കാണിക്കുന്ന ഫയർ ആൻഡ് തിക് ഡാർക്ക്നെസ്സസ് റെപ്രസെന്റ്സ് ദി ഡിവൈൻ പ്രസൻസ്. നോക്കിയേ, ഈ ഡാർക്ക്നെസ്സസ് അവിടെ, പക്ഷെ 15-ാം അധ്യായത്തില് ഈ ആ തിക് ഡാർക്ക്നെസ്സസ് ആക്ച്വലി ഡിവൈൻ പ്രസന്റ് ആണ് പറയുന്നത്. അത് പിശാചിന്റെ അല്ല. ആ 15-ാം അധ്യായത്തിൽ കാണിക്കുന്ന ഡാർക്ക്നെസ്സസ് ഉണ്ടല്ലോ, സാധാരണ നമ്മൾ ഡാർക്ക്നെസ് പറഞ്ഞാൽ പിശാചിനെ പറ്റി പറയുന്നത്. പക്ഷെ അത് തിക് ഡാർക്ക്നെസ്സസ്, അത് ഡിവൈൻ പ്രസൻസ് തന്നെയാണ്. ഡിവൈൻ പ്രസൻസ് ഉണ്ട്. അത് ഡിവൈൻ പ്രസൻസിനെ കുറിച്ച് കാണിക്കുന്നത് 15-ാം അധ്യായത്തിൽ അല്ലേ? സോ തിക് ഡാർക്ക്നെസ്സസ് റെപ്രസെന്റ് ഫോർ ഡിവൈൻ പ്രസൻസ്, സിമിലർ ടു ബേണിംഗ് ബുഷ്. മനസ്സിലായോ? ഓർ സിനായ്. നമ്മളാ സിനായിൽ അബ്രഹാമിന്റെ മുന്നിൽ, സോറി മോശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ബേൺ ആകാത്ത ബുഷ് കാണുന്നുണ്ട് അല്ലേ? അതൊരു ഡിവൈൻ പ്രസൻസ് അല്ലേ? സോ ഹല്ലേലൂയ. സോ അവിടെ കാണിക്കുന്നത് വാക്കിംഗ് ബിറ്റ്വീൻ ദ severed animals to formalize the treatly. ഓക്കെ, മൂന്നാമത്തെ ഒരു പോയിന്റ് അവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പിന്നെ വായിച്ചത് പാസ്റ്റർ, അബ്രഹാം ഇൻ ദ ഫയർ. സോ ഓക്കെ,
ഹല്ലേലൂയ. ഈ അബ്രഹാമിനെ വിളിച്ചത് അധ്യായം നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്താണ് അബ്രഹാം പണ്ട് ഐഡിയൽ അല്ല, എന്താണ് വിഗ്രഹത്തെ വർഷിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഈ വിഗ്രഹങ്ങളെ അവർക്ക് സാക്രിഫൈസ്, ഫയർ സാക്രിഫൈസ് ചെയ്യുന്ന ആളായിരുന്നു. മനസ്സിലായോ? പക്ഷെ പിന്നീട് അബ്രഹാം എന്ത് ചെയ്തു? ദൈവം വിളിച്ച് അതെല്ലാം കളഞ്ഞിട്ട് ഈ ഐഡൽ അല്ലെങ്കിൽ ഈ വിഗ്രഹാരാധന എല്ലാം കളഞ്ഞിട്ട് അദ്ദേഹം സത്യദൈവത്തെ ആരാധിക്കാൻ അറിയല്ലേ. അപ്പൊ ആ ഒരു കോളിംഗ് പാസ്റ്ററെ കാണിക്കുന്നു. ഇപ്പൊ ഞങ്ങളിങ്ങനെ പാട്ട് തുടങ്ങിയുള്ളപ്പോഴത്തെ ദൂത് വെളിപ്പെടുവാണ്. ആ ഒരു ദൂത് വരുന്നത് മനസ്സിലായി. അപ്പൊ 15-ാം തീയതി പാസ്റ്റർ വന്നിരിക്കുകയോ. ഹല്ലേലൂയ. റബ്ബാനാശി യേശുവിന്റെ നാമത്തിൽ. 15-ാം അധ്യായം ജെനസിസ് 15 ഭാഷകളാണ്. 15. ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ അത് വായിക്കണം കേട്ടോ. അത് വായിക്കണം, അത് വായിച്ചിട്ട് ധ്യാനിക്കണം. വേണ്ട തലപ്പെട്ടാണ്. യെസ്. ഓ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഒന്നുകൂടെ എല്ലാവരും എന്റെ ഭാഷ പറഞ്ഞ ബ്ലഡിൽ ആശ്രയിച്ചാൽ. ഓ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഓ ദ ബ്ലഡ് ഓഫ് ജീസസ്. യെസ്. ഹല്ലേലൂയ. Blood of Jesus. Oh, the blood of Jesus. Oh, the blood of Jesus. ഭരണി അടച്ചു വെച്ചിരിക്കുന്ന നിർത്താൻ പറയാം. ഭരണി നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഭരണി അടച്ചു കളഞ്ഞു. ഭരണി തുറക്കണം. നല്ല കർത്താവിന് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഭരണി അടച്ചു പോയിരിക്കുക, തുറക്കണം. സറണ്ടർ ഇടണം കേട്ടോ. സറണ്ടർ കൊടുക്കണം. ഓ ഹല്ലേലൂയ. ഞാൻ പറയത്തില്ല. വാസ് പറഞ്ഞു എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞോണ്ട് ഞാൻ ഏറ്റെടുക്കുന്നത് പറയുന്നത്. വാസ് പറഞ്ഞില്ല പ്രാർത്ഥിക്കണം പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തത്. ബ്ലഡ് ഓഫ് ജീസസ്. Blood of Jesus. ചോർന്ന് എല്ലാം ഈ കൊട്ടയ്ക്കകത്തുനിന്ന് ചോർന്ന് പോകുന്നവരെല്ലാം ചോർന്ന് പോയി. വട്ടിപ്പോട്ട് വന്നപ്പോൾ തിരിച്ചു പിടിക്കണം. കൊട്ടയ്ക്കകത്തുനിന്ന് ചോർന്ന് പോയതുപോലെ എല്ലാം ചോർന്ന് പോയി. കിഴുത്തുള്ള കൊട്ടയ്ക്കകത്തുനിന്ന് ചോർന്ന് പോയതെല്ലാം ചോർന്ന് പോയി. മീൻസ് ചോർന്ന് പോകുന്ന വെച്ചാൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചോരും. ഇനി പ്രാപിക്കണം എന്ന് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷ ചെയ്യുമല്ലേ, എൻ്റെ ചോരും. ഞാൻ പിന്നെ ബ്ലാങ്ക് ആയിട്ടാണ് പോകണം. മനസ്സിലായി? എനിക്ക് പിന്നെ ഒന്നും കാണത്തില്ല. പക്ഷെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? വീട്ടിൽ പോയിരുന്നു അല്ലെങ്കിൽ നാളെ ഇരുന്ന് ഞാൻ പ്രാപിക്കണം. വീണ്ടും പരിശുദ്ധാത്മ എന്നെ നിറയ്ക്കണം. എന്നാലും അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഹല്ലേലൂയ. ഒരു സർപ്പത്തിന്റെ കാര്യം പറഞ്ഞു. ആ പുള്ളി ഇങ്ങനെ വായം വിളിച്ചപ്പോണ്ട് യേശുവിന് ആദ്യം ചവിട്ടണം. പാമ്പിനെ തേളിനെ ശത്രുബലത്തെ ചവിട്ടണം. എല്ലാവരും നിങ്ങളുടെ രക്തത്തിൽ ആശ്രയിച്ചാൽ സകലത്തെ യേശുവിന്റെ രക്തത്തിൽ. വാഹനം അടിച്ച് പൊളിച്ചാൻ നോക്കുന്നുണ്ട് വിശ്വാസം. അത് അവിടുത്തെ പോരാട്ടം. അടിച്ച് പറിച്ച് ദൂരെ കളയാൻ നോക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ മുന്നോട്ട് പോകുള്ളൂ, ശാസിച്ചാൽ മുന്നോട്ട് പോകുള്ളൂ. മനസ്സിലായോ? അവിടുത്തെ പോരാട്ടങ്ങളാണ് ഈ എന്താ പറയുന്നത്, നിങ്ങളുടെ മാതാവിന്റെ പോരാട്ടങ്ങളാണ്. മാതാവിന്റെ പോരാട്ടങ്ങളാണ് അവിടെ പലയിടത്തും ഞാൻ പല സ്ഥലങ്ങളിലും മാതാവിന്റെ പോരാട്ടങ്ങളാണ്. മനസ്സിലായി? നിങ്ങളുടെ പാരമ്പര്യ പോരാട്ടങ്ങളാണ്. യാക്കോബ് അങ്ങനെ ഒന്നല്ലോ, ഓർത്തഡോക്സിന്റെ പാരമ്പര്യം ഇല്ലല്ലേ? അപ്പൊ അതിന്റെ അതിനോട്ട് അടിക്കും. അപ്പൊ തന്നെ ഓൾറെഡി അപകടം ഉണ്ടാക്കി അല്ലേ? ഇപ്പോഴും കണ്ടീഷൻ അടുത്ത വലിയ വെച്ചിട്ടുണ്ട് അപകടം ഉണ്ടാക്കാൻ വേണ്ടി. പ്രാർത്ഥിച്ച് ശാസ്ത്രം മുന്നോട്ട് പോകണം. വലിയ അപകടം ഉണ്ടാക്കാൻ ടോട്ടലോസ് ആക്കി കളയാൻ നോക്കുന്നുണ്ട്. ടോട്ടലോസ് ആക്കി കളയാൻ, ഇല്ലാതാക്കി കളയാൻ. പിശാച് പറഞ്ഞത് ഞാൻ വീട്ടിൽ എടുത്തു എന്നാ പറയുന്നത്. അതിന്റെ ശുശ്രൂഷ ഒന്ന് കാണണമെന്ന് പിശാച് പറയാം. പക്ഷെ ഇന്ന് രാത്രി വാദിക്കുന്ന പിശാചിനെ ശാസിച്ച് ജയം എടുത്തോണം. ഹല്ലേലൂയ. ശാസിക്കുന്നു. വണ്ടി ഇല്ലെങ്കിൽ പിന്നെ നോക്ക് നടക്കത്തില്ലല്ലോ. കർത്താവ് പറയുന്നത് പിശാചിന്റെ പരിപാടി ഏതാ? എനിക്ക് എന്ന് വണ്ടി ഉണ്ടോ? ഇന്നലെ വൈഫിനോട് പറയും, ഇത് എന്തുകൊണ്ട് തുടങ്ങി ഈ പോരാട്ടം എന്നോട്. എനിക്ക് എൻ്റെ വണ്ടിക്കിട്ട് ഏറ്റവും കൂടുതൽ അടിക്കുന്നത്. കാരണം ഇതുകൊണ്ടല്ല ഏറ്റവും കൂടുതൽ ശുശ്രൂഷയ്ക്ക് പോകുന്നത്. ഞാൻ അല്ലെങ്കിൽ ഓർക്കുന്നുണ്ട്, ഒരു സ്നാന ശുശ്രൂഷ തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ ചുമ്മാ എൻ്റെ ബേണായി. ഏതാ ഈ എഞ്ചിൻ ബേണായി. ഒരു മെർസിഡീസിൻ്റെ വണ്ടി 230. ലോകത്തിലെ എല്ലാ വണ്ടികളും ഞാൻ ഒരുവിധം എല്ലാ വണ്ടികളും എനിക്ക് തന്നിട്ടുണ്ട്. മീൻസ് അതൊരു വാക്തത്വമായിരുന്നു. എന്നോട് ഒരാൾ വന്നിട്ട് ദൂത് പറഞ്ഞു, നീ നിന്റെ പിതാക്കന്മാർ കയറാത്ത വാഹനങ്ങളെല്ലാം തന്നെ ഞാൻ കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു വാഹനം എനിക്ക് 3 മാസം 6 മാസം കൊണ്ട് നിൽക്കത്തില്ല. ഒരു വർഷം അടുത്ത വണ്ടി വേറെ അടുത്ത മോഡൽ വരും. ഞാൻ പറയാൻ കാരണം വെച്ചാൽ അതങ്ങ് ബേണായി.
ആ സ്നാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻജിൻ ബേണായി. എൻ്റെ ഇത് BMW ഉണ്ട്, അത് കാറുണ്ടായിരുന്നു. അതിൻ്റെ ഗിയർ ബോക്സ് അത് കളഞ്ഞു. ഗിയർ ബോക്സിൽ ആർക്കെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റുമോ? റിവേഴ്സ് ഇല്ല, പോയി. ഒരു 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 വോൾവോ ഉണ്ടായിരുന്നു, ആ വോൾവോയുടെ എന്താണ് പോയത്, ഇതുപോലെ ഗിയർ എഞ്ചിനോ എന്തോ പോയി, ഗിയർ ബോക്സ് എന്തോ അതും പോയി ഇതുപോലെ. അപ്പോൾ അത് വലിയൊരു പോരാട്ടം നമുക്ക്. ഞാൻ കിയ എടുത്ത് തന്നിട്ട് കിയയുടെ എഞ്ചിൻ ബേണായി, ലീക്കായി, വെള്ളം ലീക്കായി. അതാ പറഞ്ഞത്, നമ്മൾ വണ്ടിയൊക്കെ ടരിക്കും എവിടെ. ഇപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് വൈഫും മോളൂടെ യാത്ര ചെയ്തപ്പോഴത്തേക്ക് കിയ ടോട്ടൽ ലോസ് ആയി കളഞ്ഞു ഓർഡർ. അപ്പോൾ അവൻ്റെ അവിചാരമായിരുന്നു മറ്റവൻ്റെ, അത് അടിച്ചു ദൂരെ കളഞ്ഞു. അപ്പം ഞാൻ പറയാൻ വെച്ചാൽ ദേവദാസന്മാർക്ക് എവിടെയെങ്കിലും ഒരു പോരാട്ടം ഉണ്ടാകും, പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചോണം അത് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കെതിരെ നന്മയ്ക്കെതിരെ വാദിക്കുന്ന പോരുകളെ ശാസിക്കാം. നമ്മളെല്ലാവരും പറഞ്ഞാലും ശിശു തുടങ്ങിയിരിക്കുക. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ ഉണ്ട്. നമ്മൾ നമുക്കൊരു 3-4 വർഷിപ്പ് അതിന് ശേഷം ആരാധന അങ്ങനെയല്ല, ദൈവം നയിക്കുന്ന പോലെ പോട്ടെ. പ്രൈസ് ഗോഡ്. എല്ലാവരും പറ, എൻ്റെ നന്മകൾ, എൻ്റെ ജോലി, എൻ്റെ ഇങ്ങനെയും പ്രാർത്ഥിക്കണം. സൗന്ദര്യം, ശുശ്രൂഷകളെല്ലാം പറഞ്ഞു, നമ്മുടെ എല്ലാം പറഞ്ഞു. നമ്മുടെ സൗന്ദര്യങ്ങളെ, നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ടിവികൾ, മൊബൈലുകൾ, അല്ലേ, ഞങ്ങളുടെ വാഹനങ്ങൾ, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ബാങ്ക് ബാലൻസുകൾ, സകലതും യേശുവിൻ്റെ ഒക്കെ തമ്മിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, അവരുടെ വിദ്യാഭ്യാസം, നമ്മുടെ ബ്രെയിന്, നമ്മുടെ ബുദ്ധി എല്ലാം കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച രക്കത്തിൽ മുദ്ര ചെയ്താൽ എല്ലാവരും യേശുവിന്റെ രക്കത്താൽ കാര്യങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾക്കുള്ള സകലത്തെയും യേശുവിന്റെ രക്കത്താൽ ആശ്രയിക്കുന്നു. മുദ്ര ചെയ്യുന്ന കർത്താവ് വേലികെട്ടിയാൽ ഈ ദാസന്മാരുള്ള പോരാട്ടത്തെ ഞാൻ ശാസിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളും പ്ലാനുകളെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ശുശ്രൂഷ നേതൃത്വം വന്നിരിക്കുന്ന പോലുകളെ ശാസിക്കുകയാണ്. മടങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു. വന്ന വഴിക്ക് മടങ്ങിപ്പോട്ടെ, എല്ലാം മടങ്ങിപ്പോട്ടെ. അപകടങ്ങളെ അനർത്ഥങ്ങളെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഈ ആനയുടെ ഒരു പോരാട്ടം, ഒരു ദേശാഭിഷക്തിയുടെ പോരാട്ടത്തെ ശാസിക്കും. ആന ദേശാഭിഷക്തി. ഞാൻ പണ്ടിവിടെ നമ്മുടെ നാട്ടില് ഉത്സവം നടക്കത്തില്ല, എങ്ങനെയാ, ഒരുപാട് ആനകളല്ലേ ഉത്സവത്തിന്, ആറാട്ട് നെറ്റിപ്പട്ടൊക്കെ കെട്ടി ചെണ്ടമേളമൊക്കെ ആയിട്ട് അവർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ് അല്ലേ. ഒരുപാട് തലപ്പൊലി എന്താ പറയുന്നത്, വിളക്കൊക്കെ കത്തിച്ച ആൾക്കാർ വരുന്നത്. ഇതേ സംഭവം തന്നെ എവിടെയുണ്ട്, എവിടെയാ, അന്തരീക്ഷ മണ്ഡലത്തിൽ ഇതേ സംഭവം തന്നെ. നമ്മൾ ഈ ഭൂമി കാണുന്ന സകല കെട്ടുകൾ അന്തരീക്ഷത്തിലുമുണ്ട്, ഈ പരിപാടികളെല്ലാം അന്തരീക്ഷത്തിലുമുണ്ട്. ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴത്തെ ഒരിക്കലും ഇവിടെ ഒരു സ്റ്റേറ്റിൽ കിടന്ന് ഉറങ്ങും, ഏത് സ്റ്റേറ്റാണല്ലേ, ഇവിടെ അടുത്തെവിടെ സ്റ്റേറ്റാണ്, ആ സ്റ്റേറ്റിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ദൈവം കാണിച്ചൊരു ദർശനം. ഞാൻ നോക്കുമ്പോൾ ആനയും ആനക്കൊട്ടും ഭയങ്കര ബഹളം, ഭയങ്കര ബഹളം, ഭയങ്കര ഇത് എന്താ പറയുക, എന്താ പറഞ്ഞേ, ഈ ഇവരുടെ ഈ ചെണ്ടമേളവും ആനയും ഇതെല്ലാം. പിന്നീട് മനസ്സിലായത് ദർശനത്തിൽ കണ്ടുകൊണ്ടിരിക്കുക, ഉറക്കത്തിൽ എൻ്റെ മേൽക്കിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ആ ദേശത്തുള്ള അധിപതി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എവിടെയാ, ലൂസിയാനല്ല, അപ്പുറത്ത് ആ ഭാഗത്തങ്ങനെ സ്ഥലം പേര് പോയി. പിന്നെ അപ്പോൾ ഇതിനെ ശാസിച്ചു. പിന്നെ ദേശാഭിഷക്തികൾ സഞ്ചരിക്കും. ഏതാ നമ്മള് മലയാളത്തിൽ കേട്ടിട്ടുണ്ട്, മരത്തുപോക്കെന്ന് കേട്ടിട്ടുണ്ടോ? മരത്തുപോക്കെന്നൊക്കെ മലയാളത്തിൽ പറയും. അത് സംഭവം ഉള്ളതാ, അത് ശാസിക്കണം. പറയാൻ കാരണം വെച്ചാല് ശാസിക്കണം. അത് ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് പുറത്ത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും വന്ന് പോസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നല്ലോ, പോകുന്നതിന്റെ തലേന്ന് വരെ ഞാൻ ശാസിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. ഒരു നായ നിൽക്കുന്നു കാണുന്നു, ഇങ്ങനെ നായ പിന്മാറ്റത്തെ കാണിക്കുന്ന ആത്മാവ്, അതിനെ നിങ്ങൾ ശാസിക്കും. ഓക്കെ, the blood of Jesus, yes. Oh, the blood of Jesus. Oh, the blood of Jesus. Oh, the blood
യേശുവിന്റെ നാമത്തിൽ. ഉറക്കം കെടുത്തുന്ന പോരാട്ടമുണ്ട് പാസ്റ്റർ, ഉറക്കത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന പോരാട്ടമുണ്ട്. രാത്രി ശാസിച്ച് പ്രാർത്ഥിക്കണം കിടക്കുന്നതിന് വെട്ടിച്ചെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ അപ്പോൾ ഞങ്ങൾ യക്ഷിയുടെ ആത്മാവിൻ ശക്തിയെ ശാസിക്കുന്നു. In the name of Jesus, മാറിപ്പോടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥന നല്ല. പക്ഷെ ഒന്നുകൂടെ പാസ്റ്റേ വീണ്ടും ഒന്നുകൂടെ ആ ദൈവം ഒരുക്കെടുക്കാൻ പോവാം. പരിശുദ്ധാത്മാവിന്റെ എണ്ണയ്ക്കകത്തിട്ട് ഒന്നുകൂടെ മറക്കാൻ പോവാം. മനസ്സിലായോ? നമ്മളെ ആ ഒരു പ്രോസസ്സിങ്ങിനോട് ദൈവം വീണ്ടും നയിക്കും. നമ്മളവർക്ക് ശോധനയല്ല, പക്ഷെ ദൈവം അത് നമ്മളെ വെളിക്കൊണ്ടുവരാൻ വേണ്ടി, നമ്മളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവാം. അതിന് ദൈവം അതിനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു ഓൾറെഡി. ജീസസ് ഇത്ര മതിയില്ലേ? ഇത്ര മതി, ഇന്നത്തെ മതി. പ്രൈസ് ഗോഡ്. കർത്താവേ നന്ദി. Oh, the blood of Jesus. Oh, the blood of Jesus. Oh, വേറെ എന്തെങ്കിലും പരിശുദ്ധാത്മ ഓർപ്പിക്കാൻ കാണിക്കുകയാണെങ്കിൽ പറയാം കേട്ടോ. Oh, the blood of Jesus. ഈ മെഡിസിൻ കർത്താവ് സൗഖ്യമാക്കും. എന്നെ കാണിക്കുന്നതാ. ഹല്ലേലൂയ. ഈ കർത്താവ് വന്നിട്ടുണ്ട് പാസ്റ്ററിനെ തൊടാൻ വേണ്ടി. ചില രോഗബന്ധനങ്ങൾ അഴിക്കാൻ പോകാം കർത്താവ്. ഡോക്ടറെ അഴിക്കാൻ വന്നിരിക്കുന്നത് പോലെ ഇന്ന് വന്നിട്ടുണ്ട് കർത്താവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലത് സൗഖ്യമാവും, ചില രോഗങ്ങൾ ഇതിനകത്ത് സൗഖ്യമാവും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നമ്മളെ ഈ ആൾക്കാർ പ്രാന്തൻ എന്ന് മുദ്ര ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പുള്ളി ഒരു പ്രാന്ത, പുള്ളി മെന്റല കുഴപ്പമുള്ള ആളാന്ന് പറയും. അങ്ങനെ വരെ ആൾക്കാർ മുദ്ര പിശാച് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിലായോ? പുള്ളിക്ക് ഇച്ചിരി പോയാന്ന് പറയും. നമ്മുടെ വീട്ടുകാരങ്ങനെ പറയും, എല്ലാ നാട്ടുകാർ പറയും. ചിലപ്പോൾ നമ്മുടെ പോകുന്ന സഭയിലായിരിക്കും പറയുന്നത് പുള്ളിക്ക് ഇച്ചിരി കുഴപ്പമുള്ള ആളാന്ന് പറയും. അപ്പം അങ്ങനെ വരെ പിശാച് മുദ്ര ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത് കറക്റ്റ് ആണല്ലോ അല്ലേ? ആ ഒരു അങ്ങനെ പോരാട്ടം ഉണ്ടത് ഞാൻ പറയുന്നത്. കൂലി മേടിച്ചു യേശുവിന്റെ നാമത്തില്. കർത്താവേ നന്ദി. ചില ഈ വീട് കർത്താവ് ചില കോടാലി എടുത്ത് വെട്ടാൻ പോവാം. ചില തടി കഷ്ണം വെട്ടുന്ന പോലും വെട്ടാൻ പോവാം, മുറിക്കാൻ പോവാം. കർത്താവ് ദിവസങ്ങളിൽ കോടാലിക്ക് മൂർച്ച കൂട്ടിക്കോ. മുട്ടാക്കീറുകൾ പൊടിക്കാൻ പോവാം. മനസ്സിലായോ? മുട്ടാക്കീറൊന്നുമില്ല അല്ലേ? കീറാമുട്ടികൾ ദൈവം പുളക്കാൻ പോവാം. കീറാമുട്ടികളെ ദൈവം എന്താണ് തുറക്കും. ഹല്ലേലൂയ. റാബാഹാസ്തി ഉടബാബറാസി. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സംഭവിക്കട്ടെ. പാസ് ദൂത് പറയണമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു പ്ലാനും ഇല്ല പാസ് ദൂത് പറയാൻ. ഹല്ലേലൂയ. കർത്താവേ, all the blood of Jesus. Yes. Oh, the blood of Jesus. Yes. എല്ലാവരും പാടി, എല്ലാവരും അല്ലേ പാടി. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ യേശുവിന്റെ രക്തത്തിൽ ശക്തിയുടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും പറഞ്ഞാൽ രക്തം There is power, wonder-working power of the Lamb. There is power, wonder-working power in the precious blood of the Lamb. There is a power. Blood. Oh, there's power in the blood, power in the blood. Saints are lost in His life-giving flow. There's wonderful power in the blood. There is power, wonder-working power in the blood of the Lamb. There is power, wonder-working power in the precious blood of the Lamb. There is power, wonder-working power in the blood
രക്തതാഴ്ച, യേശുവിന്റെ രക്തതാഴ്ച, യേശുവിന്റെ രക്തതാഴ്ച, യേശുവിന്റെ രക്തതാഴ്ച ജയമെടുക്കുക. യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ, യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ, യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ, യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ. എല്ലാവരും പറ, നിങ്ങളുടെ രക്തം യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ. എന്നിലല്ല, നിങ്ങൾ ഒഴുകട്ടെ. പറ, യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ. പറ, യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ. ഓ, യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ, യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ, യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ. ഓ, യേശുവിന്റെ രക്തത്തിൽ ഒഴുകട്ടെ. ഇടത് ചെവിക്ക് ആർക്കെങ്കിലും വേദന ഉണ്ടോ? വേദനയോ എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടോ? സൗഖ്യം ഉണ്ടോ? എനിക്ക് അലർജി ഉണ്ട്. ഇടത് ചെവിക്ക് കർത്താവ് സൗഖ്യം തരുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചു പാസ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാണ്. അട്ടിപ്പണ്ടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്ന മദനിക്കോളെ ഞാൻ അയക്കുന്നതാണ്. ആ മദനിക്കോൾ അയച്ചു സക്രിയ ചെയ്യട്ടെ. ഇടതുവശത്തെ വേദന മാറട്ടെ. Be healed in the name of Jesus. Be healed in the name of Jesus. Be healed in the name of Jesus. Hallelujah. പരിശുദ്ധാത്മാവിനെ എല്ലാവരും വിളിച്ചാലും പരിശുദ്ധാത്മാ, വെൽക്കം ഹോളി സ്പിരിറ്റ്, വെൽക്കം ഹോളി സ്പിരിറ്റ് ഡിയർ. ഹല്ലേലൂയ. എല്ലാവരും വിളിച്ചാലും യെസ്, എല്ലാവരും പരിശുദ്ധാത്മാവ് യു വെൽക്കം ഹിയർ. ഞങ്ങളുടെ ഉള്ളതിനായി സ്വാഗതം. യെസ്, ഞങ്ങൾ വീണ്ടും പുതിയ ശക്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വർഷിപ്പ് ചെയ്താൽ യെസ് ജീസസ്. വെൽക്കം ഹോളി സ്പിരിറ്റ്. യെസ്, അറിയാവുന്ന കൂടെ പഠിയാലും. Be here with your presence, fill me with your power, live inside of me. Holy Spirit, please come. Please come, Holy Spirit. We need more power. We are in your presence. Fill us with your power. Live inside of me. You're the living water, never drying fountain. Comforter and counselor. I must learn to be alone. Take a big look. എന്നെ കണ്ടുള്ള കർത്താവേ, നിങ്ങളുടെ സകലത്തെ കണ്ടുള്ള യെസ്, I surrender Holy Spirit. Be here with your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. Be here with your presence. Fill us with your power. Live inside of me. Live inside of me. Live inside of me. Live inside of me. Hallelujah. Welcome Holy Spirit. Welcome Holy Spirit. എല്ലാവരും വിളിച്ചാലും പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാലും നമ്മുടെ ജീവിതത്തോട് ക്ഷണിച്ചാലും ഒരു സറണ്ടർ കൊടുത്താലും ഈൽഡ് കൊടുത്താൽ യെസ്, ഒരാളെ സറണ്ടർ ചെയ്യണം, ഈൽഡ് ചെയ്യണം. യെസ്, ഹോളി സ്പിരിറ്റ് ഈൽഡ് കൊടുത്താൽ യെസ്. എല്ലാവരും പറഞ്ഞാൽ ഈൽഡ് ചെയ്യുന്ന Be here with your presence. Fill us with your power. live inside of me. Oh, the Holy Spirit. Please be here with your presence. Fill us with your power. Live inside of me. Yes. Yes, ഒന്നിച്ച് പാടിയാലോ? Yes. Comforter and counselor,
Take complete control. Take complete control. Welcome, Holy Spirit. Be here with your presence. Fill me with your power. Live inside of me. നന്മ സാന്നിധ്യം ഇറങ്ങി വരുന്നു. Receive that. Hallelujah. Oh, hallelujah. 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 Oh, Rakha Baba. Oh, Rabala Shandana. ധർമ്മ പറയുന്നത് ചിലരിലെ ഈ എന്താ പറയുന്നത് ബേൺ ചെയ്യുമെന്ന് പറയുന്നത് ചിലർ നിങ്ങളുടെ അസ്ഥികളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ബേൺ ചെയ്യാൻ പോവാം. മനസ്സിലായോ? നേറ്റെടുത്താല് ചിലർ അസ്ഥികളില് പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം വെളിപ്പെടാൻ പോവാം. മനസ്സിലായോ? എനിക്ക് ജെറമ്യാവ് 20:9 പറയുന്നത് എന്താ? If I say I will not mention him or speak anymore his name, so there is my heart as they are burning fire shut up in my bones. Okay, മലയാളത്തിൽ വായിക്കാവോ? സോ ജെറമ്യ 20:9 വായിച്ചേ. 20:9 നിങ്ങൾക്ക് ഇന്ന് അനുഭവം ഉണ്ടാകാൻ പോവാ. നിങ്ങൾ പ്രാർത്ഥിക്കണം അനുഭവം ഉണ്ടാകാൻ വേണ്ടി. കർത്താവിനെ കാണിക്കും നിങ്ങളുടെ ബോണുകൾ, മനസ്സിലായോ? ശരീരത്തിലെ ബോണുകൾ ബേൺ ചെയ്യാൻ പോവാ. 20:9 ഞാനിനി അവനെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല. മനസ്സിലായോ? ദൈവത്തെ ഓർക്കത്തില്ല. യെരമ്യാ പറയാ അവന്റെ നാമത്തിൽ ഞാൻ സംസാരിക്കത്തുമില്ല എന്ന് പറഞ്ഞാലും അത് എന്റെ അസ്ഥികളിൽ അതെന്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് കണ്ടോ, അതെന്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തുന്ന പോലെ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയത്തിൽ ഓൾറെഡി വന്നു. അവിടെ ബേണാണ് അല്ലെ, ബേൺ ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? പക്ഷേ അതെവിടെയാണ്? നമ്മുടെ ബോണുകളിൽ, അസ്ഥികളിലും അത് ബേൺ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ അസ്ഥികളിൽ ബേൺ ചെയ്തിട്ടുണ്ടോ? അസ്ഥികളിൽ നമുക്ക് ബേൺ ചെയ്യും. നമ്മൾ അസ്ഥികളിൽ പെയിൻ ഉണ്ടെങ്കിൽ, ജോൺസുകൾ പെയിൻ ഉണ്ടെങ്കിൽ ആ ബേൺ ചെയ്യുന്നതുണ്ടല്ലോ കർത്താവ്. നമ്മൾ ചൂട് വെക്കത്തില്ലേ? ചൂട് വെക്കുന്നത് പോലെ ആ സാന്നിധ്യം വരും. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ തീയുണ്ട്, ഫയർ, അവിടെ വന്നിട്ട് വരും, അവിടെ വരും. നമ്മുടെ ചൂറ്റുവീട്ടിലൊക്കെ ദൈവസ്ഥാനത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും. വന്നിട്ടുണ്ടോ അങ്ങനെ? പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ബോങ്കെ ഇങ്ങനെ പറയായിരുന്നു, കേട്ടിട്ടുണ്ടോ? റനാൽ ബോങ്കെ ഫയർ. പുള്ളിക്ക് എപ്പോഴും ഫയറാ, കേട്ടിട്ടുണ്ടോ? ഫയർ. അപ്പൊ പുള്ളി ഇങ്ങനെ ഫയറിന്റെ കാര്യം പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം അഭിഷേകം പ്രാപിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ ചെവിയുടെ അറ്റം തീ കത്തുമായിരുന്നു, ഫയർ. മൂക്കിന്റെ അറ്റം തീ കത്തുമായിരുന്നു, വിരലിന്റെ അറ്റം തീ കത്തുമായിരുന്നു. അപ്പൊ ഞാനിത് കേട്ടിട്ട് ഞാൻ പറഞ്ഞ അപ്പൊ അങ്ങനെ ഒരു അഭിഷേകമാണല്ലോ, ഞാനും കർത്താവ് എനിക്ക് അങ്ങനെ ഒരു അഭിഷേകം എനിക്കും വേണം. മനസ്സിലായോ? ആഗ്രഹിച്ചാൽ ചോദിച്ചാൽ ദൈവം തരും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഉപ്പൂറ്റി വഴി തീ ഇറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. മനസ്സിലായി? എൻ്റെ നാവിൻ്റെ അകത്തൂടെ തീ പറക്കാൻ തുടങ്ങി, എൻ്റെ കണ്ണിലൂടെ തീ പറക്കാൻ തുടങ്ങി, കണ്ണിക്കൂടെ തീ പറക്കും. മനസ്സിലായോ? എൻ്റെ ചെവിയിലൂടെ തീ പറക്കാൻ തുടങ്ങി. പിന്നെ നോക്കും എൻ്റെ ബോൺസിനകത്തൂടെ തീ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് തരുന്ന അതാണ് ഞാൻ യിരെമ്യാവിന്റെ വചനത്തിൽ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇന്ന് രാത്രി പ്രാപിച്ചെടുക്കണം. കർത്താവിനെ കാണിക്കുന്നത്, എന്നെ കാണിച്ച വെളിപ്പാടാണ്. എന്താണ്? ഹല്ലേലൂയ. ദൈവാത്മാവിന്റെയും നിങ്ങളുടെ ബോണുകളെ കത്തിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോക്കിയേ, ജെറമ്യാവ് എന്താണ്? പ്രോസിക്യൂഷൻ അല്ലേ? എന്തുകൊണ്ടാണ് ജെറമ്യാവിനെ പറയാൻ കാരണം? ജെറമ്യ വാസ് ഫേസിംഗ് പ്രോസിക്യൂഷൻ അല്ലേ, ആൻഡ് വാണ്ടഡ് ടു സ്റ്റോപ്പ് പ്രൊഫസൈങ്. മനസ്സിലായോ? ജെറമ്യായ്ക്ക് പ്രവചിക്കണ്ട, അതാണ് പറഞ്ഞത്. ഈ പ്രോസിക്യൂഷൻ എല്ലാം പുള്ളിക്ക് വിട്ടിട്ട് പ്രവചിച്ചാ പുള്ളിക്കട്ടെ എന്താണ്? ആൾക്കാരെ അടിക്കുക, തൊഴിക്കുക, കൊണ്ട് പൊട്ടക്കണ്ണറ്റി കൊണ്ടിടുക. ഇതാണ് ദൈവത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക്. സുവിശേഷം അങ്ങനെയല്ലേ? ശരിക്കും സുവിശേഷം പറഞ്ഞാൽ അവർ പിന്നെ പൊട്ടിക്കൊണ്ടിടും. ശരിക്കും നമ്മളെ നൂത് പറഞ്ഞു നോക്കിയേ, ആൾക്കാർ പിന്നെ സഭ കയറത്തില്ല. ശരിയല്ലേ? പിന്നെ അനുഗ്രഹിക്കാൻ പറഞ്ഞ ഓക്കെ, ശരിക്കും നിങ്ങളെ വിവേചിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വരത്തില്ല. നിങ്ങൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയും. ഞാനല്ല പറയുന്നത്, പരിശുദ്ധാത്മ പറയും. നിങ്ങൾ വീട്ടിൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ ഇവിടെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയും.
നിങ്ങൾ പറയും ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറയും. അപ്പോൾ അത് പരിശുദ്ധാത്മാവ് ക്യാച്ച് ചെയ്യുന്ന ഒരു സംഭവം പറയാൻ മനസ്സിലായോ? അപ്പോൾ ജെറമിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രവാചകനല്ലേ. അപ്പോൾ ഇപ്പോൾ അനേകം ഇങ്ങനെ പ്രവാചകന്മാരെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇട്ടുണ്ട് പ്രോഫിറ്റ് ഇന്ന ആള് പേര്. അതൊന്നും പ്രവാചകന്മാരൊന്നുമല്ല. ഗിഫ്റ്റ് ഉണ്ട്, പ്രവചന ശുശ്രൂഷ അല്ലെങ്കിൽ റിയൽ പ്രവാചകന്മാരുണ്ട്. ഗിഫ്റ്റ് നമ്മളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗിഫ്റ്റാണ്. റിയൽ പ്രവാചകന്മാർ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ദേശത്തോട് ദൂത് പറയുക അല്ലേ, ശരിപ്പെടാൻ ദൂത് പറയുക, പാപത്തെക്കുറിച്ച് പറയുക, ദേശങ്ങളെക്കുറിച്ച് ദൂത് പറയുക. പുള്ളിക്ക് ആരെയും പേടി കാണത്തില്ല. റിയൽ പ്രോഫിറ്റ് അതാണ്. ഇപ്പോൾ ജെറമിയ റിയൽ പ്രോഫിറ്റ് ആയിരുന്നു. മറ്റേത് ഗിഫ്റ്റാണ്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗിഫ്റ്റാണ്. മനസ്സിലായി? ചിലരെ എങ്ങനെയാണ് 5 ഫോൾഡ് മിനിസ്ട്രീസ് ഉണ്ട് സഭയിൽ. എന്തൊക്കെയാണ്? 5 ഫോൾഡ് മിനിസ്ട്രീസ്, 5 ഫോൾഡ്. പഴയ ദൈവത്തിൽ എത്ര ഫോൾഡ് മിനിസ്ട്രീസാണ്? 3 ഫോൾഡ് അല്ലേ. 3 തരത്തിലുള്ള ശുശ്രൂഷകളാണ്. അതാരാ ചെയ്തത്? പൂർത്തീകരിച്ചത് യേശു ആരും ചെയ്തത്. പ്രവാചകനായിരുന്നു യേശു അല്ലേ, രാജാവാണ്, പിന്നെ പുരോഹിതനായിരുന്നു. 3 ഫോൾഡ് മിനിസ്ട്രീസ്. കർത്താവ് മാത്രമേ ആ 3 ഫോൾഡ് ഒന്നിച്ച്, ആ 3 ശുശ്രൂഷ കർത്താവ് മാത്രമേ ചെയ്തിട്ട് വേറെ ആരും ചെയ്തിട്ടില്ല. പഴയ നിയമത്തിൽ ആരെങ്കിലും പ്രവാചകന്മാരാണെങ്കിൽ പ്രവാചന ശുശ്രൂഷ മാത്രമേ ചെയ്യത്തുള്ളൂ. അവർ കിങ് ആണെങ്കിൽ കിങ് മാത്രമേ, അവർക്ക് ആനോന്റിങ് മാത്രമേ ഉള്ളൂ. അവർ പുരോഹിതമാണെങ്കിൽ പുരോഹിത ശുശ്രൂഷ മാത്രമേ ചെയ്യത്തുള്ളൂ. എന്നാൽ യേശു ആണ് 3 ശുശ്രൂഷകൾ ഒന്നിച്ച് ചെയ്തത്. മഹാപുരോഹിതനായിരുന്നു അല്ലേ, അവൻ രാജാവായിരുന്നു, പിന്നെന്താണ്, അവൻ പ്രവാചകനായിരുന്നു. ആ 3 ശുശ്രൂഷ കർത്താവ് ഒറ്റയ്ക്ക് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളെ ദൈവം ഒന്ന് അംഗീകരിക്കുന്നത്. മനസ്സിലായോ? പുതിയ നിയമത്തിൽ 5 ഫോൾഡ് മിനിസ്ട്രി കർത്താവ് വഹിക്കുന്നത്. 5 ശുശ്രൂഷകൾ അല്ലേ. ആദ്യത്തെ ശുശ്രൂഷ എന്നാൽ അപ്പോസ്തലന്മാർ. പിന്നെ അനേകരുടെ മുന്നിൽ അപ്പോസ്റ്റൽ എന്ന് പേരിട്ടുണ്ട്. ഞാൻ അംഗീകരിക്കുന്നില്ല. എന്താ പാസ് അപ്പോസ്റ്റലിന്റെ ക്വാളിറ്റി എന്തായിരിക്കണം? അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞാൽ യേശുവിനെ കണ്ടിരിക്കണം, അറ്റ്ലീസ്റ്റ് യേശുവിന്റെ കൂടെ നടന്നിരിക്കണം. ഓക്കെ, നമുക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ല, അറ്റ്ലീസ്റ്റ് വെളിപ്പാടെല്ലാം കാണണം. യേശു നമ്മുടെ അരികെ വന്നിരിക്കുന്നതും അല്ലെങ്കിൽ യേശു ദർശനത്തിൽ കാണണം അല്ലേ. യേശുവിനെ പറ്റി യേശുവായിട്ട് ഒരു ബന്ധം ഉണ്ടാവണം. യേശു രണ്ടെന്തുവാ? അപ്പോസ്തലൻ. അപ്പോസ്തലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം നടക്കണം, അടയാളം നടക്കണം അദ്ദേഹത്തിന്റെ കയ്യിലൂടെ. വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാ, കാശുണ്ടാക്കാൻ വേണ്ടിയല്ല, വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി. അത്ഭുതങ്ങൾ നടക്കണം, അടയാളം നടക്കണം. 3 എന്തുവാ? സഭ സ്ഥാപിക്കണം. എന്നുള്ള അപ്പോസ്തലന്മാർ എങ്ങനെയാണെന്നറിയാം? സ്ഥാപിച്ച സഭയെ പോയിട്ട് ഞാൻ അപ്പോസ്തലനാന്ന് പറയും. നോ, സഭ സ്ഥാപിച്ച് അവിടെ ദൈവദാസന്മാരെ ആക്കി അനൗൺസ് ചെയ്ത് അല്ലേ, ഇടയനാക്കി വെച്ചിട്ട് പോകണം. അടുത്ത സഭ സ്ഥാപിക്കണം. അതാണ് അപ്പോസ്തലൻ. എനിക്കിപ്പോൾ 500 സഭയുണ്ടെന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ. ഞാൻ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനല്ല ഞാൻ. നാട്ടുകാർ വേറെ പാസ്റ്റർമാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സഭകൾ അല്ലേ, അവർ കരഞ്ഞ് നിലവിളിച്ച് 21 ദിവസവും 40 ദിവസവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച സഭ. ഇപ്പോൾ ഞാൻ അങ്ങനെ അപ്പോസ്തലനാകുന്നത് ഞാൻ പറയാൻ മനസ്സിലായോ? അപ്പോൾ റിയൽ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ സഭ സ്ഥാപിച്ചിരിക്കണം, തുടക്കം മുതലേ ഉണ്ടാവണം. ഒരാളെ വെച്ച് പ്രാർത്ഥിച്ച് തുടങ്ങുന്നതായിരിക്കും അല്ലേ. അത് വളർന്ന് എന്ത് ചെയ്യും? അവരെ പഠിപ്പിച്ച് അതിലുള്ള ദൈവദാസന്മാരെ ശുശ്രൂഷയ്ക്ക് വേർതിരിച്ച് സഭ ഏൽപ്പിച്ചിട്ട് അടുത്തയാൾ പിന്നെ അദ്ദേഹം പോവുക, അടുത്ത സ്ഥലത്തോട്ട് പോവുക. ചിലപ്പോൾ ഒരു സഭയിൽ 5 വർഷമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ 10 വർഷമേ കാണത്തുള്ളൂ. അദ്ദേഹം പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. ആ ഭാര്യ അങ്ങനെയുള്ളതായിരിക്കണം, പിള്ളേരും അങ്ങനെയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. മനസ്സിലായോ? അപ്പം അതാണ് റിയൽ അപ്പോസ്തലൻ എന്നതാ. പിന്നെ അടുത്തെന്തുവാ? പ്രവാചകൻ ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത് കറക്റ്റ് ആയിരിക്കണം. ഈ ഞങ്ങൾ പണ്ട് കളിയാക്കുമായിരുന്നു, പാസ് തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയപ്പോഴാണ് പ്രവചന ശുശ്രൂഷ ലഭിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഫ്ലൈറ്റ് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് പ്രവചന ശുശ്രൂഷ പോകും. അങ്ങനെയുള്ള പ്രവാചകമാണ്. അതല്ല പ്രവചനം. പ്രവചിച്ചാൽ ദേശത്തെക്കുറിച്ച് പ്രവചിക്കണം അല്ലേ, രാജ്യങ്ങളെക്കുറിച്ച് പ്രവചിക്കണം, വ്യക്തികളെക്കുറിച്ച് പ്രവചിക്കണം, ദൈവദാസനെക്കുറിച്ച് പ്രവചിക്കണം. മനസ്സിലായോ? അതാണ് പ്രവചനം. നിങ്ങൾ എൻ്റെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഡെസ്കിൽ 4 ബുക്സ് 5 ബുക്സ് ഉണ്ട് പ്രവചനത്തിൻ്റെ മാത്രം. എൻ്റെ വ്യക്തിപരമായ എനിക്കുള്ള ദൂതം ഞാൻ തന്നെ എഴുതിയിടും. ചില ദൈവദാസന്മാരെ കുറിച്ച് അവിടെ എഴുതിയിടും, ദേശത്തുള്ള അല്ലെങ്കിൽ രാജ്യങ്ങളുള്ള. പിതാവ് ഡയറക്റ്റ് സംസാരിച്ച കാര്യങ്ങൾ പിതാവെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, പുസ്തകത്തിലുണ്ട്. പുത്രൻ സംസാരിച്ച കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദേശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും എന്താണ് കർത്താവ് ആ ശുശ്രൂഷ നമ്മൾ ഏൽപ്പിക്കും. അടുത്ത എന്തുവാ? അടുത്ത ശുശ്രൂഷ അല്ല, ഇടയനല്ല. അടുത്ത ശുശ്രൂഷ എന്താണ്? ഇവാഞ്ചലിസ്റ്റാ അല്ല, അതൊക്കെ ലാസ്റ്റല്ലേ വരുന്നത്. അടുത്ത ഇവാഞ്ചലിസമാണ്. പ്രവാചകൻ എന്തുവാണ്? സുവിശേഷകരെടുത്ത് വരുന്നത്. അടുത്ത ക്വാളിറ്റി സുവിശേഷകരാ. നമ്മളേറ്റവും ഓർക്കുന്ന പാസ് കഴിഞ്ഞിട്ട് സുവിശേഷനോ? അടുത്ത പ്രവാചകന്മാർ കഴിഞ്ഞാൽ അടുത്ത പവർഫുൾ ആരാ? പവർ ശുശ്രൂഷ ആരാ? അത്ഭുതങ്ങൾ, അടയാളം, വീരപ്പെടുത്തൽ എല്ലാം ഇവരെല്ലാം ചെയ്യും. അതല്ല ഉദ്ദേശിക്കുന്നത്. അടുത്ത ശുശ്രൂഷ ഇവാഞ്ചലിസം. അപ്പം നിങ്ങൾ പാസ്റ്റിനേക്കാളും വലുതാണ് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? നിങ്ങൾ സുവിശേഷം പറയുന്നത് എന്താണ്?
അതിനേക്കാളും വലുതാണ്. നിങ്ങൾ സുവിശേഷം പറയുന്നതാണ് വലുത് ദേശങ്ങളോട്. അവർക്ക് വേറൊന്നുമില്ല. സുവിശേഷം, സത്യസുവിശേഷം പറയുക. അവരെ പഠിപ്പിക്കൊന്നും വേണ്ട. കൃത്യമായ സുവിശേഷം അറിയിക്കുക. കൃത്യമായ സുവിശേഷം അറിയിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ല, രോഗശാന്തിയും ഭൂതത്തെ പുറത്താക്കുന്ന അതൊക്കെ ഗിഫ്റ്റുകളാണ്. അതെല്ലാവർക്കും കിട്ടും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാപിച്ചാൽ എല്ലാവരും കിട്ടും. അടുത്തെന്തുവാ? അടുത്താരാ? അടുത്താണ് പാസ്റ്റേഴ്സ്, സഭയുടെ പാസ്റ്റർ. ആ സഭയ്ക്ക് വേണ്ടി ഒരാളെ ആക്കി വെച്ചിരിക്കും. ഞാൻ പാസ്റ്റർ അല്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ഡെലിവറൻസ് മിനിസ്ട്രിക്കാണല്ലോ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു പാസ്റ്റർ അല്ല. പാസ്റ്റർ പറഞ്ഞാൽ ഡേമാർക്ക് വേണ്ടി ഇങ്ങനെ എന്താ ആടുകൾക്ക് വേണ്ടി കരഞ്ഞും ദാഹിച്ചും നിലവിളിച്ചും അവരുടെ പുറകെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. പാസ്റ്റർ ജോലി വെച്ചാൽ അതാ, മനസ്സിലായോ? ഇടിവി നിന്ന്. കാരണം ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കണം. കണക്ക് ബോധിപ്പിക്കണം. നിങ്ങൾ നരകത്തിൽ പോയാൽ അതിന് കണക്ക് ഉടച്ചെന്ന് ബോധിപ്പിക്കണം. നിങ്ങളിവിടെ പാവം ചെയ്താൽ കണക്ക് ബോധിപ്പിക്കണം. പാസ്റ്റേഴ്സിന് പോലെ ഭയങ്കര ഇമ്പോർട്ടൻസ് പാസ്റ്റർ പറഞ്ഞാൽ. ശരിക്കും ആടിനെ വളർത്തുന്ന പോലെയാണ്. ഇഷ്ടംപോലെ ഇടിയും കിട്ടും കേട്ടോ പാസ്റ്റർമാർക്ക്, മനസ്സിലായോ? ആടൊന്നും ഇടിക്കത്തില്ലേ? കേട്ടിട്ടുണ്ടോ? മുട്ടനാട് ഇടിക്കുന്നുണ്ടോ? ഇടിയും കിട്ടും, നല്ല ഇടി കിട്ടും. അപ്പോൾ പാസ്റ്റർമാരുടെ ക്വാളിറ്റിക്ക് നല്ല ഇടിയുണ്ട് കേട്ടോ, ഓർത്തോണം. പാസ്റ്ററെ, നല്ല ഇടി കിട്ടും, സഭയിൽ നിന്ന് ഇടി കിട്ടും, നല്ല ഇടി കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കാത്തവരൊക്കെ വന്ന് നമ്മളെ കുറ്റം പറയും, നമ്മളെപ്പറ്റി പറയും, മനസ്സിലായോ? നമ്മളെപ്പറ്റി ചീത്ത പറയും. അവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, 15 ഭൂതത്തെ ഇറക്കിയ ഒരുത്തനെ എൻ്റെ സഭയിൽ അവിടെ വെച്ച്. അപ്പോൾ അവിടെ എനിക്കൊരു ഒരു ഇടേ ശുശ്രൂഷധികം തന്നു. എവിടെയാണ്? ഗൾഫിൽ. 15 ഭൂതത്തെ പുറത്താക്കി. ഞാൻ മെനക്കെട്ട് ഭൂതത്തെ പുറത്താക്കി. അവൻ ദൈവനോട് ഇറങ്ങിക്കാണോ നിനക്കെട്ടോ കല്ലെറിയാൻ പോകുന്നു പറഞ്ഞു. സ്വപ്നം കാണിച്ചു. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, നീ എനിക്കെട്ട് കല്ലെറിയാൻ പോകുന്നു പറഞ്ഞു. മനസ്സിലായോ? ഞാൻ അവനെ വിളിച്ചു പറയാനും ചെയ്തു. 15 ഭൂതത്തെ ഞാൻ നിന്നെ പുറത്താക്കി. ഇനി ഒരു ഭൂതമാണ് നിനക്ക് ഇരിപ്പുണ്ട്. എന്നാൽ നീ എനിക്കെട്ട് കല്ലെറിയാൻ പോവാം. ആ സ്റ്റാര് പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാത്രം ഉള്ളൂന്ന് പുള്ളി കഴിയുക. ഞാൻ നീ വേറെ ആൾക്കാരുണ്ട് നിന്നോടെയും പറയുന്നില്ലെന്ന് പറഞ്ഞു. കറക്റ്റായി. 2-3 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങോട്ട് തുടങ്ങി നമുക്കത് കല്ലെറിയാൻ തുടങ്ങി. അപ്പോൾ സഭയ്ക്കിട്ട് എന്താണ്? സഭ ഇതാണ്. അടുത്തെന്തുവാണ് പറഞ്ഞത്? പാസ് കഴിഞ്ഞിട്ട് ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ് ഉപദേഷ്ടാക്കം പറഞ്ഞാൽ ടീച്ചേഴ്സ് അല്ലേ? അതിന് ശരിക്കും വചനം അറിഞ്ഞിരിക്കണം, മനസ്സിലായോ? ടീച്ചേഴ്സ് ശരിക്കും വചനം പഠിച്ചിരിക്കണം. വചനം പഠിക്കാതെ നമുക്ക് ടീച്ചിങ് നടക്കാൻ പറ്റത്തില്ല. കാരണം തെറ്റിപ്പോകും, ആൾക്കാർ തെറ്റിപ്പോകും. ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. സംശയങ്ങൾ ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കണം. അത് ഒത്തിരി പഠിക്കുന്നവരായിരിക്കും ടീച്ചേഴ്സ്. അങ്ങനെ ഒരു ഗിഫ്റ്റ് നമുക്ക് ദൈവം തരണം. എന്നാൽ ടീച്ചിങ്, എന്നാൽ അപ്പോസ്തലന് വചനം അറിഞ്ഞിരിക്കണം, പ്രവാചകന് വചനം അറിഞ്ഞിരിക്കണം അല്ലേ? ഉപദേഷ്ടാവിന് വചനം അറിഞ്ഞിരിക്കണം, പാസ്റ്ററിന് വചനം അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ എല്ലാവരും പറയുന്നത്. എന്താണ്? നിങ്ങൾ വചനം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വചനം വായിക്കണം. ഞാനിത് ഈ എത്ര മാസമായി? 4 മാസമല്ലേ? ഈ 4 മാസം കൊണ്ട് ഞാൻ പുതിയ നിയമം 3 പ്രാവശ്യം വായിച്ച് കഴിഞ്ഞു. 2 പ്രാവശ്യം കഴിഞ്ഞു. 3ാമത്തെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ നിയമം ഏകദേശം ഒരു പ്രാവശ്യം തീരാറായി, മീൻസ് പകുതിയോളമായി. പഴയ നിയമം ഇച്ചിരി പാടാം മുന്നോട്ട് പോകാൻ, കാരണം ഒത്തിരി ഉള്ളതുകൊണ്ട്, മീൻസ് വായിക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഒരു വർഷം വായിച്ചിരിക്കണം പുതിയ നിയമം. നമ്മളെന്തിനാ ഇവിടെ ജനിച്ചെന്തിനാണ് സിസ്റ്ററായി? ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ? ഇവിടെ എന്തിനാ ജനിച്ചേ ഭൂമിയിൽ? യേശുവിനെ അറിയാൻ വേണ്ടിയാ. സിമ്പിൾ. ഇവിടെ ഭൂമിയിൽ നമ്മൾ ജനിച്ചത് ഈ ജീസസിനെ നമ്മൾ അറിയാൻ വേണ്ടിയാ. ജീസസിനെ അറിയണം എന്ത് ചെയ്യണം? വചനം വായിക്കണം. പുതിയ മുഴുവൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. എന്നാലും ജീസസിനെ അറിയാൻ പറ്റത്തുള്ളൂ. ഓരോ അധ്യായത്തിനകത്ത് ജീസസ് ഉറങ്ങി കിടക്കും. ഒരുപാട് കാര്യങ്ങൾ ജീസസിനെ കുറിച്ച്. മുഴുവൻ ജീസസാ, വചനം മുഴുവൻ ജീസസാ അല്ലേ? പഴയ നിയമവും പുതിയ നിയമവും എന്താണ്? ജീസസാ, വേറെ ഒന്നുമല്ല. ഇതിൻ്റെ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ട് വായിച്ചു നോക്കിയേ. ഓക്കെ, ഇസ്രായേൽ ചരിത്രങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ. പക്ഷെ എന്നാലും നിങ്ങൾ വചനം വായിക്കുന്നതിന് വേണ്ടിയാ ജീസസിനെ കണ്ടുപിടിക്കണം. അതിൻ്റെ അകത്ത് ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ ജീസസാ, മുഴുവൻ ജീസസാ. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് എന്തിനാ സിസ്റ്ററെ? നമ്മൾ യേശുവിനെ അറിയാൻ വേണ്ടിയാ. ഇദ്ദേഹത്തിനെ അറിയാതെ എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട്? 30 വർഷമായി. ഇദ്ദേഹത്തെ അറിയാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കൂടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇദ്ദേഹത്തിന്റെ എല്ലാ സ്വഭാവം അറിയണം അല്ലേ? രാത്രി കൂർക്കം വലിക്കുന്ന ആളാണെന്നും തൊഴിക്കുന്ന ആളാണെന്നും അല്ലേ? ഇന്ന ആഹാരം, ജന്മ പറയുന്നത് കേട്ടോ, പ്രവചനമൊന്നും അല്ല. ഇന്ന ആഹാരം കഴിക്കത്തുള്ളെന്നും അല്ലേ? ഇന്ന ഇഷ്ടമെന്നും ഇന്ന കാര്യം പറഞ്ഞാൽ ഒച്ച വെക്കുമെന്നും. പ്രവചനമല്ല, ഞാൻ ഒരു കോമൺ ആയിട്ടൊക്കെ പറഞ്ഞതേ ഉള്ളു. അടിയും തൊഴിയും അല്ലേ? അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട്, അങ്ങോട്ട് ഓപ്പോസിറ്റ് അതെങ്ങനെയാ? എല്ലാം അറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരാളെ വ്യക്തി അറിയാവുന്നതുകൊണ്ടല്ലേ? അറിയാവുന്നതുകൊണ്ടാണ് നമ്മളെ കൂടെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും ക്ലാഷ് ആകാൻ കാരണം തന്നെ വ്യക്തി അറിയാത്തതുകൊണ്ടോ അല്ലേ?
കാരണം ഞാൻ പിടിച്ച കൊമ്പിന് നമ്മൾ താഴ്ന്നെങ്കിൽ മാത്രമേ പിടി കിട്ടത്തുള്ളൂ. ഒരാൾ ബലം വെക്കണം, മറ്റേ ആൾ മിണ്ടായിരുന്നേക്കണം, എന്നാലും കുടുംബജീവിതം സക്സസ് ആകത്തുള്ളൂ കേട്ടോ. മറ്റേ ആൾ ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളും മിണ്ടായിരുന്നേക്കണം. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ തുടങ്ങും. ശരി വാസനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല 7 വയസ്സായി വാസന. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഉണ്ടാകാൻ കേട്ടോണ്ടിരുന്നേക്കണം. ഇങ്ങനെ ഇതിനകത്തോടെ കേട്ടിട്ട് മനസ്സിൽ വെക്കുകയും ചെയ്യരുത്. മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതം തകർന്നു പോകും. ഇതിലെ കേട്ടിട്ട് ഇതിലെ വിട്ടേക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേന് പിന്നെ സ്ഥലം വിട്ടേക്കണം. ഏതാ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്നോട് വൈഫ് 5 വർഷത്തെ കാര്യം പറഞ്ഞോണ്ട് വരും. ഞാൻ പറഞ്ഞാൽ ഉറക്കം പോലും 5 വർഷം മുന്നേ കാര്യം എന്തോ പറഞ്ഞെന്ന് ഞാൻ ഓർക്കുന്ന പോലില്ല വാസേ. സത്യം പറയട്ടെ, ഞാൻ ഓർക്കത്തില്ല. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നാളെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഓർക്കത്തില്ല. നിങ്ങൾ ഞാനൊരു ദൂത് പറഞ്ഞാൽ പോലെ നിങ്ങൾ എന്നെ വിളിച്ചു ചോദിക്കുക, പാസ് ഇന്ന ദിവസം ഇന്ന ദൂത് പറഞ്ഞു, ഞാൻ ഓർക്കത്തില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവം, എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് ആയിരിക്കും തന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലും ഞാൻ ഓർത്തോണ്ടിരിക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരി ഒത്തിരി പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന, എന്നിട്ട് ഞാൻ സഹോദരി വെച്ച് പുതിയ ആളാണെന്ന് ചോദിച്ചത്. പേര് പോലും ഞാൻ ഓർത്തിരിക്കുന്നില്ല. എന്നിട്ട് ഞാൻ പറയാം പ്രൊഫൈൽ പിക്ചർ മാറ്റിയതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ശരിയാണ്, പ്രൊഫൈൽ പിക്ചർ പുള്ളിക്കാരത്ത് മാറ്റി പുതിയൊരു പിക്ചർ ഇട്ടിരിക്കുന്നത്. വേറൊരു പിക്ചർ പേര് സെയിം ആയിരുന്നു. ഞാനതുപോലെ കയറില്ല, അതുപോലെ ഞാൻ ശ്രദ്ധിക്കാറില്ല. മനസ്സിലായോ? നമ്മൾ നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്നു, അവരുടെ പാട്ടായി. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു, ദൂത് പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പാസ് എങ്ങനെ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല സൗകര്യം എന്ന് പറയും. ഞാൻ ഓർക്കുന്നില്ലെന്ന് പറയും. പാസ് അങ്ങനെ അന്ന് പറഞ്ഞിരുന്നു, അത് സംഭവിച്ചു, എൻ്റെ പൊന്നു സൗകര്യം ഞാൻ ഓർക്കുന്നില്ലെന്ന് പറയും. അല്ലെങ്കിൽ സൗകര്യം ഞാൻ ഓർക്കുന്നില്ലെന്ന് പറയും. അത് വീട്ടിലും അങ്ങനെയാണ്. പപ്പ ഇന്ന കാര്യം പറഞ്ഞത് ഇന്ന വർഷം, എൻ്റെ പൊന്നു മോളെ ഞാൻ ഓർക്കുന്നില്ലെന്ന് പറയും. ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഓർക്കത്തില്ലെന്ന് പറയും. ഞാൻ ഓർക്കുന്നില്ലെന്ന് പറയും. അതല്ല പണ്ടോട്ട് അങ്ങനെ എനിക്ക് ഞാൻ ഇത് വെച്ചോണ്ടിരിക്കത്തില്ല. വെച്ചോണ്ടിരിക്കത്തില്ല, അതാണ് വെച്ചോണ്ടിരിക്കത്തില്ല. അപ്പൊ അടി ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ വെച്ചോണ്ടിരിക്കരുത്. മനസ്സിലായോ? പറഞ്ഞ ഇന്നലെ കൊണ്ട് തീർന്നു. അടുത്ത ദിവസം പുതിയ അതേ കർത്താവ് ഇന്നത്തെ ദോഷം ഇന്ന് മതിയെന്നാ ദൂത കേട്ടോ, ഏറ്റെടുത്തോ. ഇന്നത്തെ ദോഷം ഇന്ന് മതി, നാളെ എന്താണ് പുതിയ ദിവസം. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നാളത്തെ കാര്യം. ജോലി ഉണ്ടോന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് പറയാൻ പറ്റത്തില്ല. ഉണ്ടോ? ഇല്ല. ബോംബ് തല വീഴുമെന്ന് പറയാൻ പറ്റൂ? ഇല്ല. അവനാണെങ്കിൽ ഒരു മിസൈലുമായിട്ട് ഇട്ടിരിക്കുക, അത് നോർത്ത് കൊറിയക്കാരൻ. അവൻ ഇത്രയും ഇങ്ങോട്ട് വൈറ്റ് ഹൗസിൽ അടിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. അതങ്ങനെ നമ്മുടെ തലയ്ക്ക് വന്ന് വീണെങ്കിലോ? കൊറോണ ഈ ഇസ്രയേൽ മറ്റേ എന്താ പറയുന്നത്, ഇറാൻ വിടുന്ന മുഴുവൻ ഒരു ഉന്നവും ഇല്ലാതെ വിടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി പായിച്ചു വിട്ടേക്കോ, എങ്ങോട്ടെങ്കിലും പോയി വേട്ടെന്ന് പറഞ്ഞിട്ട്. അതാ പറഞ്ഞ എങ്ങോട്ട് പോകുന്ന പോലെ അറിയത്തില്ല. ഇപ്പൊ ഇസ്രയേൽ ടാർഗറ്റ് വെച്ച് അടിക്കുന്ന വെക്കാം, പിന്നെ എന്റെ സ്പോട്ട് വെച്ച് അടിക്കുന്നത്, പറഞ്ഞിട്ട് അടിക്കുന്നത്. ഇന്ന സ്പോട്ട് അടിക്കാൻ പോകാം, നമുക്ക് ഓടാമോ? അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറിൽ കൊടുക്കും, അല്ലെ നോട്ടീസ് കൊടുക്കും, ഞങ്ങളോട് അടിക്കാൻ പോകും, ഓടിക്കണം പറയും. മറ്റവല്ല വരുമ്പോഴും അറിയത്തുള്ളൂ വരുന്നുണ്ടെന്ന് പറയും. വരുന്നത് അവൻ അറിയത്തില്ല അവൻ എന്താ ചെയ്യുന്നത് പോലും. നിങ്ങൾ പണ്ട് സദാം ഹുസൈന്റെ കാലത്ത് ഇങ്ങനെ പറയായിരുന്നു, പുള്ളി രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് എങ്ങോട്ട് മിസൈൽ വിടണം. അന്നേരം പുള്ളി ചിന്തിക്കുന്നത് ഓക്കെ നമുക്ക് കുവൈറ്റിന് വിട്ടേക്കാം. പുള്ളി അന്നേരം കുവൈറ്റിനോ കത്തിച്ചു വിടും, പക്ഷെ അത് വേറെ വലിയ അബുദാബി പോകും. അതാണ് ഇവരുടെ പരിപാടി. മനസ്സിലായി? ഒരു വിവരമില്ലാത്ത ജാതിയാണ്. അതിനാണ് കർത്താവ് പറഞ്ഞ ഇത് കാട്ടുജാതി തന്നെയാ, അല്ലേ? ശരിക്കും കാട്ടുജാതി തന്നെയാ, കാട്ടുകഴുതുകളാ, അല്ലേ? ശരിക്കും നോക്കി കാട്ടുകഴുതുകൾ. അപ്പൊ അതിനും പറഞ്ഞത് അത് തന്നെയാണ്. അപ്പൊ നമ്മുടെ വിഷയം പോട്ടെ. അപ്പൊ എന്താ പറഞ്ഞോളെ? നമ്മുടെ എരിമ്യാവിന്റെ വിഷയമാണ്. അയ്യോ, അപ്പൊ കത്തല്. അപ്പൊ ഇന്ന് രാത്രി കത്തട്ടെ. അല്ല, ഇതൊന്നും പ്രിപ്പറേഷൻ ഉള്ള കാര്യമല്ല കേട്ടോ. ഇതൊന്നും ദൂതൊക്കെ വെളിപ്പെട്ട് വരുവേ. അടുത്തത് വേണം ഹാർട്ട് ബേൺ ചെയ്യും, അല്ലേ? സോ ലൂക്ക് ചാപ്റ്റർ 24:32 വായിച്ചു നോക്കിയേ. പരിശുദ്ധാത്മാ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ സംഭവിക്കും. ഹാർട്ട്സ് ബേണിംഗ് was not our hearts burning within us, referring to emotional impact of hearing scripture. Yes, Luke chapter 24:32. Why say? 28. They said to one another, we are not our hearts burning within us, while he was talking with us on the road and opening the scriptures to us. 24:32 അല്ലേ? അനുമാനോട് വായിച്ചു. അവൻ വഴിയിൽ നമ്മോട് ആര് സംസാരിച്ചു? യേശുക്രിസ്തു സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. കണ്ടോ? നിങ്ങൾ വചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കണം? ബോറിംഗാന്ന് പറയരുത്. എന്ത് പറയണം? ഉള്ളു തീ കത്തിക്കൊണ്ടിരിക്കണം. വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, കെട്ടുകഥകളല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. വചനം കേൾക്കുമ്പോൾ
തിരുവഴുത്തുകളെ അത് വ്യാഖ്യാനിച്ച് തരുമ്പോൾ അത് സംഭവിക്കണം. ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചേക്ക് ബൈബിൾ ബോറിംഗ് ആണെന്ന് പറയും. ഇറ്റ്സ് എ ബോറിംഗ് ബുക്ക് അല്ലേ? നിങ്ങൾ പിള്ളേരോട് ചോദിച്ചേക്ക്, ആരോടും ചോദിച്ചേക്ക്, ചെറുപ്പക്കാരോട് ചോദിച്ചേക്ക് ബൈബിൾ ബോറിംഗ് ആണെന്ന് അവർ പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ബോറിംഗ് എന്ന്. ഞാൻ വേറെ ഒരു പുസ്തകം പോലും വായിക്കാറില്ല. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ വായിക്കും അല്ലേ? ഇവിടെ എന്തുമാത്രം ലൈബ്രറി ഉണ്ട്. എന്നാൽ എനിക്ക് ടൈം കിട്ടാറില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ബൈബിളാണ്. ഏറ്റവും കൂടുതൽ വായിക്കുന്ന ബൈബിൾ. ന്യൂസ് പേപ്പർ പോലും വായിക്കാറില്ല. ചില പിള്ളേരോട് ചോദിച്ചാൽ അവർ ബോറിംഗ് പുസ്തകമാണ്, ബോറിംഗ് ആണെന്ന് പറയുന്നത്. കാരണം എന്താണ്? ബേൺ ചെയ്യാത്തതുകൊണ്ട്, ഉള്ളിൽ കത്താത്തത് കൊണ്ടാണ്. ജീവന്റെ വചനമല്ലേ? ജീവന്റെ വചനം അത് ജീവിപ്പിക്കുന്ന വചനം, ഉള്ളിൽ ജീവിക്കുന്ന. ഈ 3-4 പ്രാവശ്യം വചനം വായിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ ബൈഹാർട്ടാക്കാൻ വേണ്ടിയാണോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ റിവലേഷൻ കൂടും. 1, 2 എന്തുവാ? നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുക. ശരിയല്ലേ? നമ്മളെ തന്നെ ക്ലൻസ് ചെയ്യുക. കാരണം അത് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നോട് ഈ പറയുന്ന വചനം എല്ലാം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പറയുന്ന വചനം ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അതാണ് 2 ഇങ്ങനെ തോക്ക് പിടിച്ചിരിക്കുന്ന പോലെയാ. 2 ഇങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടും ഉണ്ട് അല്ലേ? ഈ വിരൽ ഇങ്ങോട്ട് ചൂണ്ടി പിടിച്ചിരിക്കുന്നത് പോലെ. അപ്പൊ അത് ബേൺ ചെയ്യണം. അതാണ് ലൂക്ക് സുവിശേഷം എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ആ ശബ്ദം, യേശുക്രിസ്തുവിന്റെ എന്താണ് ആ വചനം, യേശുക്രിസ്തു അവിടെ സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയം എന്ത് ചെയ്തു? ബേൺ ചെയ്തു, കത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആരെ കത്തുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ കത്തണം. പ്രൈസ് ഗോഡ്, കത്തണം. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ എന്താണ്? കത്തണം. വചനം കേൾക്കുമ്പോൾ നമ്മളെന്താണ്? അതിനകത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കണം. വചനം വായിക്കാൻ ഹാപ്പി ആയിരിക്കണം. എത്ര പേര് വചനം വായിച്ച് കൈപോക്കണ്ട? ഹെബ്രായ ലേഖനം 12:29. For our God is a consuming fire. എന്താണ്? ഹെബ്രായ ലേഖനം 12:29 വായിച്ചു നോക്കി. എന്താണ്? നമ്മുടെ ദൈവം എന്താണ്? ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. 12:29 വായിച്ചു നോക്കി. 12:29. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളെല്ലാം പറയുന്ന ഒരു വാക്യമാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. 2 കാര്യം എൻ്റെ അകത്തുണ്ട്. എന്തുവാ? ദൈവത്തിന്റെ ഹോളിനെസ് 1, മനസ്സിലായോ? 2 എന്തുവാ? ജഡ്ജ്മെന്റ്. മനസ്സിലായി? ആ ഒരു വാക്യത്തിന് അത് 2 പോയിന്റ് കിടക്കുന്നത്. എന്താണ്? 1 ദൈവത്തിന്റെ ഹോളിനെസ്, ദഹിപ്പിക്കുന്ന അഗ്നി അല്ലേ? ഇറ്റ്സ് എ ഫയർ. ഗോഡ് ഈസ് എ ഫയർ. 2 എന്താണ് ഇത് കിടക്കുന്നത്? ജഡ്ജ്മെന്റ്. മനസ്സിലായോ? ജഡ്ജി എന്നൊരു ദൈവം അല്ലേ? ഇതെല്ലാം മാറും, കളിയെല്ലാം മാറും കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ കളിയെല്ലാം മാറും. അവിടെ എല്ലാം നമ്മളെല്ലാം ഓപ്പണാണ് അല്ലേ? അവിടെ എല്ലാം സ്ക്രീനിൽ ഓപ്പണായി വരും. കർത്താവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഒന്നും പറഞ്ഞ ഒരു കാര്യമില്ല. അവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. അടുത്തെന്തുവാണ്? ഹല്ലേലൂയ. സോ റോമൻസ് 12:20 വായിച്ചു. ഇഫ് യു എനിമി ഈസ് ഹംഗ്രി ഫീഡ് ഹിം. ഇൻ ഡൂയിങ് ദിസ് യു വിൽ ഹാവ് coil of fire on his head. നോക്കിയേ, ഭയങ്കര പവർഫുൾ കേട്ടോ, ഭയങ്കര പവർഫുൾ ആണ്. 12:20 നിന്റെ ശത്രു വിശന്ന എന്ത് ചെയ്യണം? 12:20 റോമൻസ്. നിന്റെ ശത്രുവിന് നോക്കിയേ, മോൻ മാറ്റരുത് കേട്ടോ. ശത്രുവിന് വിശക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്യണം? തിന്മാൻ കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളെ പകയ്ക്കുന്നവർക്ക്, നിങ്ങളെ അസൂയ പറയുന്നവർക്ക്, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പാര വെക്കുന്നവർക്ക് നിങ്ങളുടെ ആഹാരം കൊടുക്കണം. അവിടെ എന്താ സംഭവിക്കുന്നത്? അവന്റെ മേൽ എന്ത് ചെയ്യുക? അവന്റെ തലമേല് തീക്കനലിട്ട് കൊടുക്കുക. നീ നമ്മെ ദ്രോഹിക്കുന്നവർക്ക് ആഹാരം കൊടുക്കണം. അതുകൊണ്ട് യേശു പറഞ്ഞത് എന്താണ്? വഴിയെ പോകുന്നവർക്കെല്ലാം പിടിച്ച് ആഹാരം കൊടുക്കാൻ പറഞ്ഞു അല്ലേ? മുടന്തനും ചെകിടനും ഊമർക്കൊക്കെ എല്ലാം നീ എന്ത് ചെയ്യണം? വിളിച്ചിട്ട് അവർക്ക് കത്തി കൊടുക്കുക. കാരണം അവരൊന്നും ചെയ്യത്തില്ലെന്ന്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ ചെയ്യുന്നത് എന്താണ്? നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് ചെയ്യുന്നത് അല്ലേ? യേശു പറഞ്ഞ അങ്ങനെയല്ല. യേശു പറഞ്ഞ ടോട്ടൽ ഓപ്പോസിറ്റാ. ഇങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് കൊടുക്കണം കർത്താവ് പറഞ്ഞു അല്ലേ? ഇവിടെ ഭയങ്കര പാർട്ടികൾ നടക്കുന്നുണ്ട് ഈ ദേശത്ത് അല്ലേ? ഗെറ്റ് ടുഗദറും ഫാമിലി എന്ന് പറഞ്ഞത് ഭയങ്കര ഗ്യാതറിങ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ്? ഒരു 7 പേര് അങ്ങോട്ട് വിളിക്കും, ആ ഫാമിലി തന്നെ ഒരു 6 പേര് അങ്ങോട്ട് വിളിക്കും, മറ്റേ ഫാമിലി 7 പേര് ഇങ്ങോട്ട് വിളിക്കും അല്ലേ? അതിനകത്തൊരു പാമ്പ് ഒരുത്തനുണ്ടെങ്കിലോ അവൻ ആരും വിളിക്കത്തില്ല. അവൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 2-3 പ്രാവശ്യം വിളിച്ചിട്ട് പിന്നെ അവനെ വിളിക്കത്തില്ല ആരും. ശരിയല്ലേ? യേശുവിൻ്റെ ഇത് മാറിപ്പോയി, കാഴ്ചപ്പാട് മാറിപ്പോയി. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഇങ്ങോട്ട് തരുവാൻ, ഇങ്ങോട്ട് ആരെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് അവർ കൊടുക്കരുത്. പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്കണം, ഹോംലെസ്സുകാർക്ക് വല്ലതും കൊടുക്കണം.
അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം പാവങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് തരും. ആയിക്കോട്ടെ. അപ്പോൾ തീ അല്ലേ, ഫയർ നമ്മുടെ ഹൃദയത്തിൽ വരണം. ദൂത് വന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ആ ഫയറിനോട് പ്രാർത്ഥിക്കാൻ പോകും കേട്ടോ. ഹല്ലേലൂയ. ദൂത് വന്നത് കൊണ്ട് ആണ് അതിനെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെശയ്യാ പ്രകാരം 48 വായിച്ചോ. 48 തോന്നുന്നു. ഒന്ന് വായിച്ചു നോക്കിയാൽ അതാന്ന് തോന്നുന്നു. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഫയറിന്റെ കാര്യമല്ലേ. ഒരു വേറെ ഫയർ ഉണ്ടായിരുന്നു പക്ഷേ ഒരു എലിയാവിന്റെയാണ് എലീശയുടെ ദേഹത്തു നിന്നാണോ മരിച്ചു കിടക്കുമ്പോൾ എലീശയല്ലേ, എലീശാനെ കുഴിയിലിട്ട് കഴിയുമ്പോഴത്തേക്ക് അസ്ഥി തൊട്ടപ്പോൾ ജീവിക്കുന്ന ഈ ഭാഗം രണ്ട് കിങ് അല്ലേ, കിങ്സില യാ എലീശയുടെ അസ്ഥിയെ തൊട്ടപ്പോഴത്തേക്ക് അതിനോട് ഇടപെട്ടൊരു വചനമാണ്. നോക്കാം, അതുകൊണ്ട് നോക്കാം. യെസ്, എലീശയല്ലേ യാ പ്രോഫിറ്റ് എലീശ ബോൺ അല്ലേ സെർച്ച് ചെയ്യപ്പോഴത്തേക്ക് കിട്ടുമെങ്കിലും വായിച്ചോ. ദൈവനോട് ഇടപെട്ടത് പറഞ്ഞ പറഞ്ഞത് കിട്ടിയെങ്കിൽ വായിച്ചോ. 2 രാജാക്കന്മാരാന്ന് തോന്നുന്നത്. 2 രാജാക്കന്മാർ 13:21 വായിച്ചു നോക്കി. 13:21 എൻ്റെ ഓർമ്മയിലാണെന്ന് തോന്നുന്നു. നോക്കി 13-ാം അധ്യായത്തിൽ എന്താ ആണെന്ന് തോന്നുന്നു. 13:21 നോക്കി. മനുഷ്യനെ അടക്കം ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീശാവിന്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണു. എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ചു. എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ എഴുന്നേറ്റ് കാല് മരിച്ചു പോകാൻ എഴുതിയിരിക്കുന്നു. നോക്കി അസ്ഥികളുടെ അകത്തുള്ള അഭിഷേകം ആലോചിച്ച് നോക്കി. പള്ളിയില് എന്താണെങ്കിൽ so the biblical story of Elisha born bringing a dead man back to life in found in 2 Kings 13:21 13:21 അല്ലേ. സോ വായിച്ചൊന്നര വായിച്ചേ. 13:21 വായിച്ചേ. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടുകൊണ്ട് അയാളെ എലീശാവിന്റെ കല്ലറയിൽ. അപ്പൊ എലീശയുടെ കല്ലറയുടെ അടുത്തല്ലേ, അത് അതിന്റെ കൂടെ തന്നെയാണ്, അതിന്റെ അകത്ത് തന്നെ അടക്കാൻ നോക്കിയാളെ. യെസ്, കല്ലറയിൽ ഇട്ടു നമ്മൾ ആ പടക്കൂട്ടം വരുന്ന കണ്ടുകൊണ്ട് ഇട്ടിട്ട് പോവാ, ഇട്ടിട്ട് എറിഞ്ഞിട്ട് ഓടുക, പേടിച്ചിട്ട് ഓടിയതാ. അടക്കാൻ പറ്റിയില്ല അദ്ദേഹത്തെ. മരിച്ച സാധനത്തെ പുള്ളി അവരെന്ത് ചെയ്തു, എലീശയുടെ കല്ലറയോട് ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. അപ്പൊ കുഴിയായിരിക്കും, അത് മിക്കവാറും കുഴിയായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല, കുഴിയായിരിക്കും മിക്കവാറും. എലീശയുടെ കല്ലറയിൽ കിടക്കുന്ന അസ്ഥി, എന്തായാലും മാംസം അവിടെ ഇല്ലല്ലോ, ബോൺസിൽ ഈ ഡെഡ് ബോഡി ഒന്ന് ടച്ച് ചെയ്യുക. ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ പുള്ളി ഇങ്ങനെ വീണപ്പോഴത്തേക്ക് വേണം കൈ ഇങ്ങനെ പോയി എലീശയുടെ ബോണിൽ ടച്ച് ചെയ്ത് കാണും. ഒറ്റ സ്പാർക്ക് എവിടുന്നാ? എലീശയുടെ അസ്ഥികളിൽ നിന്നൊരു സ്പാർക്ക് കൊണ്ട് വരിക. തൊട്ടെന്നാ പറഞ്ഞത്. പുള്ളി ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. എന്തൊരു മിറക്കളത് അല്ലേ, കേൾക്കാത്തൊരു മിറക്കലല്ലേ. ഇന്നുകൂടുതൽ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ എല്ലാവരും പറ, കർത്താവ് എൻ്റെ ശവക്കോട്ടയിൽ ആരെങ്കിലും ഒന്ന് മരിച്ചവർ വന്ന്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അല്ല അടുത്തുള്ളവരൊക്കെ ചാടി എഴുന്നേക്കണം, അല്ല രോഗികൾ വന്ന് തൊട്ട സൗഖ്യമാണ്. പക്ഷെ വേറെ കുഴപ്പമുണ്ടെന്നറിയാം, നാളെ എവിടെ സെയിന്റ് ആയി പോകും. അതുകൊണ്ട് വേണ്ട കർത്താവ് വേണ്ട, അവരെല്ലാവരും സെയിന്റ് ആക്കി കളയും നമ്മളെ. മനസ്സിലായോ? അതും പ്രോബ്ലമാണ്. അതും പ്രോബ്ലമാണ്. അല്ല, കുടുംബക്കലറാണെങ്കിൽ നമ്മുടെ അപ്പൻ ചിലപ്പോൾ എഴുന്നേറ്റ് വരും. അതും പ്രോബ്ലമാണ്. ചർച്ചകൾക്ക് കുടുംബക്കലറ എന്ന് പറഞ്ഞാൽ പൊതു കോമൺ. അപ്പൂപ്പൻ എഴുന്നേറ്റ് വന്നെങ്കിലോ? അപ്പൊ അത് വേണ്ട, പരിപാടി വേണ്ട കേട്ടോ. അതുകൊണ്ടായി കർത്താവ് ചെയ്യാത്തത്. മനസ്സിലായോ? പക്ഷെ അതുകൊണ്ടാണ് കർത്താവ് ചെയ്യാത്തതിന്റെ കാര്യം. കാരണം നമ്മളെല്ലാം സെയിന്റ് ആയിപ്പോകും. പിന്നെ നമ്മളെല്ലാം പിന്നെ മെഴുതി കത്തിക്കും, ആൾക്കാർ മെഴുതി കത്തിക്കും. ഈവൻ കാതറിൻ കുൾമാന്റെ കല്ലറ ബെന്നിങ്ങൻ വിസിറ്റ് ചെയ്തോളൂ. ആൾക്കാർ പറയുന്നത് അതിന്റെ അകത്തുനിന്ന് പുള്ളിക്ക് ശക്തി ലഭിച്ചെന്ന് പറയുന്നത്. അങ്ങനൊന്നും ശക്തി ലഭിക്കത്തൊന്നുമില്ല. പുള്ളിയുടെ മീറ്റിംഗിലാണ് അദ്ദേഹത്തിന് ശക്തി കിട്ടിയത്. അത് ശരിയാണ്, പരിശുദ്ധാത്മാ ടച്ച് ചെയ്താണ്.
പക്ഷെ കാലറയ്ക്കകത്തൊന്നും നമുക്ക് ആത്മാവിന്റെ ശക്തി കൊണ്ടും ഇങ്ങോട്ടൊന്നും വരത്തൊന്നുമില്ല. വിസിറ്റ് ചെയ്യുവായിരുന്നു. വിസിറ്റ് ചെയ്ത് അങ്ങനെ കണ്ട് ആൾക്കാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിസിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ശക്തി പോകുന്നു, അങ്ങനൊന്നും ശക്തി കിട്ടത്തൊന്നുമില്ല. ഇവിടെ ആകെ ഉള്ള തെളിവ് മാത്രം ഒരാൾ മരിച്ചവരെ ഒരാൾ എഴുന്നേപ്പിച്ചെന്നാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് മോശയെ ദൈവം അടക്കം ചെയ്തല്ലേ? ദൈവം തന്നെ മോശയെ അടക്കം ചെയ്യുമായിരുന്നു. ആരെയും സംബന്ധിച്ചില്ല. മോശയെ ദൈവമാണ് അടക്കം ചെയ്തത്. കാരണം ദൈവത്തിനറിയാം, വേറെ ആർക്കും അറിയത്തില്ല, ഇന്നും അറിയത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ മോശയുടെ ശരീരം സംബന്ധിച്ച് സാത്താൻ തർക്കിച്ചു വായിച്ചല്ലോ. അത് എന്താണ്, മറ്റേ മോശ 1-2 കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അല്ലേ, മറ്റേ കൊന്നുകൊണ്ടൊക്കെ. അല്ല, ആ ബോഡി സ്വർഗത്ത് കൊണ്ടുപോകണ്ടല്ലേ മോശ ജീവനോടെ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നത്. മോശ ഏരിയയും വന്ന് സംസാരിച്ചത്. അപ്പം അത് അടയ്ക്കുന്ന ആർക്കും അറിയത്തില്ല. അടക്കി കഴിഞ്ഞാൽ, കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവർ സെയിൻ്റ് ആക്കും അവര്. ഇന്ന് മോശ സെയിൻ്റ് എന്ന് തന്നെ ആ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നമ്മളും അങ്ങനെ, അതുകൊണ്ടാണ് ദൈവം ആരും ആക്കാത്തതിൻ്റെ സ്തോത്രം. അത് രാത്രി ബേൺ ചെയ്യണം. നമ്മൾ പറയാൻ കാരണം വെച്ചാൽ എന്താണ്, നമ്മളത് പ്രാപിക്കാൻ പോവാം. നമ്മൾ 1-2 വർഷങ്ങൾ പാടും. എൻ്റെ സബ്ജക്റ്റ് ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പറഞ്ഞത്. അപ്പം ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ചു അല്ലേ, എല്ലാം കിട്ടിയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ എടുത്ത സബ്ജക്റ്റ് ഇന്ന് എങ്ങനെ കർത്താവിൽ നമ്മൾ എങ്ങനെയാണ് സബ്ജക്റ്റ് മെച്യൂരിറ്റി പ്രാപിക്കാൻ പറ്റും. അതായിരുന്നു ഞാൻ എടുത്ത സബ്ജക്റ്റ്. എങ്ങനെ യേശുവിൽ മെച്യൂരിറ്റി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ എങ്ങനെ മെച്യൂരിറ്റി പ്രാപിക്കാൻ പറ്റും. പക്ഷെ ദൈവാത്മാവ് പല രീതിയിൽ കൊണ്ടുപോയല്ലോ. ഇന്ന് രാത്രി നമ്മൾ ഫില്ല് ചെയ്യാൻ പ്രാർത്ഥിച്ചു. ചില പോയിന്റുകൾ, ഒരു 1-2 കീ നമ്മൾ പാട്ട് പാടുന്നതിന് മുന്നേ നമ്മൾ ഹൃദയത്തിൽ വെച്ച് പാടണം. ഒന്ന്, ഇൻക്രീസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ യു ദ ലൈഫ്. ഓക്കെ, നിങ്ങളുടെ പവർ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. നമ്മുടെ ലൈഫിലോട്ട് എന്ത് ചെയ്യണം, പരിശുദ്ധാത്മാവിൻ്റെ ആ പവർ ഇൻക്രീസ് ചെയ്യാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതാണ് എഫെസ്യ ലേഖനം 5:18 വായിക്കണ്ട. ഫിൽ വിത്ത് ഹോളി സ്പിരിറ്റ് അല്ലേ. അപ്പം ആസ്ക് ഫോർ ഡെയിലി ഫില്ലിങ്. നമ്മളെല്ലാവരും 1 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത് പോരാ. പരിശുദ്ധാത്മാവിനെ തുടർന്ന് 1 പ്രാവശ്യം പോരാ. ഡെയിലി എന്ത് ചെയ്യണം, പരിശുദ്ധാത്മാവിനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞ യേശു പറഞ്ഞ എന്താണ്, നിങ്ങൾ പിതാവിനോട് എപ്പോഴും ചോദിക്കണം. എന്ത് ചെയ്യണം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആസ്ക് എന്താണ് യേശു പറഞ്ഞത്, ചോദിക്കാനാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ ചോദിക്കണം, എന്നും പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. ആരോടാ, പിതാവേ ഇത് ഇത്രയും പോരാ, എനിക്ക് വീണ്ടും പരിശുദ്ധാത്മാവിനെ തരാൻ പറയണം. നമുക്ക് ഉള്ളിലുണ്ട് പരിശുദ്ധാത്മാവുണ്ട്, അത് പോരാ, വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. അതാണ് യേശു പറഞ്ഞത് ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം. അപ്പൊ ആസ്ക് ഫോർ ഡെയിലി ഫില്ലിങ്. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ഡെയിലി ഫില്ല് ചെയ്യുന്ന പോലെ ഇന്ന് രാത്രി ഫില്ല് ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ ഫില്ല് ചെയ്തിട്ട് പിന്നെ അടുത്ത ആഴ്ച ചോദിച്ചാൽ പോരാ, എന്നും ചോദിക്കണം പരിശുദ്ധാത്മാവിനെ ഫില്ല് ചെയ്യണമെന്ന്. നമ്മൾ വേറെ ഒന്നും ചോദിച്ചില്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ പറയണം. രണ്ടെന്താണ്, ബൈബിൾ ഞാൻ പറഞ്ഞല്ലോ, സ്ക്രിപ്ചർ എന്ത് ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം അല്ലേ. കൊളോസ്യ ലേഖനം 3:16 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്തെന്ത് വേണം, ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ എഫെസ്യ ലേഖനം 4:30, 1 തെസ്സലോനിക്ക 5:19 എന്താണ്, സോ ഒബേ ദ സ്പിരിറ്റ് പ്രോംപ്റ്റിങ്സ്. നമ്മൾ എന്ത് ചെയ്യണം, ഒബേയിങ് ഗോഡ്സ് വോയിസ്. മനസ്സിലായോ, പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒബേ ചെയ്യുക. എന്ത് സംഭവിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആരെ ഒബേ ചെയ്യണം, പരിശുദ്ധാത്മാവ്. നമ്മൾ സംസാരിച്ചെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒബേ ചെയ്യണം. നമ്മൾ ക്ലിയർ ആയില്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം, കർത്താവ് എനിക്ക് ക്ലിയർ ആയി കിട്ടിയില്ല എന്നൊരു, ദൈവം ക്ലിയർ ആക്കി തരും നമ്മൾ. അടുത്തെന്തുവാ, ലിവ് ബൈ ഫെയ്ത്ത് അല്ലേ. ഗലാത്യ ലേഖനം 3:5 എന്താ വായിക്കുന്നത്, ദ ഹോളി സ്പിരിറ്റ് സപ്പോസ് ത്രൂ ഫെയ്ത്ത് അല്ലേ, നോട്ട് വാക്ക്. പരിശുദ്ധാത്മാവ് എന്താണ്, വിശ്വാസത്തിൽ നമ്മൾ നടത്തും. അടുത്തെന്തുവാണ്, റോമലേഖനം 2 തിമോത്തി 2:21 വായിക്കുന്നത്, പ്യൂരിഫൈ അല്ലേ, റിപ്പൻറ്റൻസ്. എന്ത് ചെയ്യണം, എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യണം, റിപ്പൻറ്റ് ചെയ്യണം നമ്മളെന്ന് അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെല്ലാം ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂടുതലായിട്ട് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. കൂടുതലായിട്ട് റിപ്പൻറ്റ് ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം, ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം, ചോദിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതുപോലെ എന്നും വചനം ധ്യാനിക്കണം, ഹോളി ലൈഫിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം അല്ലേ, പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ എന്ത് ചെയ്യും, ശക്തി നമ്മളിൽ ഉണ്ടാവും. ദൈവത്തിൻ്റെ ശക്തി ഇല്ലാതെങ്കിൽ
പരിശുദ്ധാത്മാവിന് ശക്തിയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടെങ്കിലുള്ള ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ, അശുദ്ധാത്മാ പുറത്താകത്തുള്ളൂ, അവർ പ്രവചിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അതുപോലെ എന്താണ്, ദൈവശബ്ദം കേൾക്കത്തുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന് ശക്തി നമുക്ക് ആവശ്യം, അത് എന്നും വേണം. അപ്പോൾ നമുക്ക് 1-2 പാട്ട് പാടാൻ പോവാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ റാപാനാശി. യെസ്, അറിയാവുന്ന പാട്ടുകൾ നോക്കട്ടെ. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഏത് പാട്ടാണ് ഞങ്ങൾ പാടേണ്ടത്? ഓ നിങ്ങൾക്കറിയാവുന്ന മലയാളം പാട്ടുകളിൽ ഉണ്ടെങ്കിൽ പഠിക്കും. ജീസസ്, പരിശുദ്ധാത്മാവ് ശക്തി ഉയരണമെന്ന്, അല്ലേ? അത് പാട്ടുണ്ടല്ലോ, പഠിക്കും. ഹല്ലേലൂയ, അറിയാമല്ലോ. യെസ്. പരിശുദ്ധാത്മാവേ ശക്തിയാലേ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ദോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൽ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. തിരുകൃപയല്ലോ ശരണമതന്റെ, വൻകടങ്ങൾ തീർക്കാൻ കഴിവുള്ള പരനേ. തിരുകൃപയല്ലോ ശരണമതന്റെ, വൻകടങ്ങൾ തീർപ്പാൻ കഴിവുള്ള പരനേ. സന്തോഷം കൊണ്ടു നിറയ്ക്കണേ പരനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ജീവിതം പരയിൽ ഞാൻ ചെയ്യുവാൻ. റിസീവ് ചെയ്താൽ പവർ റിസീവ് ചെയ്താൽ യെസ് ചോദിച്ചോണ്ടിരുന്നാലും ഹോളി സ്പിരിറ്റ് ഇതിനകത്ത് ഞാൻ വലിയ ശക്തി ആവശ്യമല്ലേ? ജീസസ് പ്ലീസ് ഫാദർ ഏഞ്ചൽസ് ഇതിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഹൃദയ ദിവസം പകർന്നാലും ഹൃദയ ദിവസം പകർന്നാലും ഹൃദയ ദിവസം പകർന്നാലും ഹൃദയ ദിവസം പകർന്നാലും ഹൃദയ ദിവസം പകർന്നു കൊടുത്താൽ ഹൃദയ ദിവസം പകർന്നു കൊടുത്താൽ
എന്നോട് ഞാൻ അവരോട് കൂടെ താഴെ കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തെ അങ്ങേക്ക് വേണ്ടി തുറക്കുന്നു കർത്താവേ. ഇന്നത്തെ രാത്രികാലം രാത്രി ഫുൾ ഹൃദയം ദിവസം സാറിൻ്റെ കൊടുക്കുക. വേറെ ഒന്നും ചിന്തിക്കരുത്. വേണം പ്രാർത്ഥന ഓടിയല്ലോ. ഓക്കെ, worship your Son of the living God. I give you praise for your blessed presence in this place. Lord, him says, the angels ബെഡിൽ കിടക്കുന്ന ആരും എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ബി ഹീൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളൊരു യെസ് കിഡ്നിക്ക് പ്രോബ്ലം വ്യക്തിയാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. ദൈവശക്തി വ്യാപരിക്കുന്നു. സ്കിൻ ക്യാൻസറുകൾ മാറും. ഇവിടെയുള്ള കാര്യമല്ല പറയുന്നത്. സ്കിൻ ക്യാൻസറുകളൊക്കെ സൗഖ്യമാക്കാം. Name of Jesus, be healed. Skin cancer, എല്ലാവരും ഹൃദയം തുറന്നാലും ആവശ്യത്തെ ഒഴുകിടാമില്ല. പ്രാവശ്യമെടുത്താലും fire shots. വലിയ ദേശം കക്ഷിയെ നടത്താനും തട്ടുന്നു. എല്ലാ ബന്ധങ്ങളും രാത്രി ഇഷ്ടംപോലെ എല്ലാ ബന്ധങ്ങളും തയ്യാറുണ്ട് രാത്രി. Heal the name of Jesus. Hallelujah. Feel the Holy Spirit right now. Hallelujah. Surrender Holy Spirit. എന്റെ കാല് വഴി എത്തിയിറങ്ങാൻ തുടങ്ങി. Hallelujah. എന്റെ ഇടതുവശത്തെ എന്റെ ആ ഹീലിനകത്തൂടെ തീയിനെ ആവരിക്കുന്നു. Hallelujah. Hallelujah. Yes, Holy Spirit touch. Hallelujah. Hallelujah. Yes, almasanito. Yes, amen. Hallelujah. Receive the power. Receive the fire. Receive the fire. Receive the fire. Hallelujah. Hallelujah. Holy Spirit. Hallelujah. അപ്പച്ചായിലേക്ക് വ്യാപരിക്കട്ടെ. കാഴ്ച ഏൽപ്പിക്കുന്ന ഭവനിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. 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 അപ്പച്ചാ ഞാൻ പ്രാപിക്കട്ടെ. എന്നിലേക്ക് ഒഴുകട്ടെ. പരിശുദ്ധന്മാരുടെ നദി എന്നിലേക്ക് ഒഴുകട്ടെ. ഒരപ്പച്ചാ നരിയണിയോളം പോരാ, മുട്ടോളം പോലെ അരയോളം പോരാ, നീന്തിട്ടുള്ള കടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക്. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പച്ചാ ഹല്ലേലൂയ. കർത്താവേ കരങ്ങളിലേക്ക് തരുന്നു. അന്തരീക്ഷം മാറി. അപ്പച്ചാ അഗ്നിയിലേക്ക് വിടട്ടെ. എന്നിലേക്ക് വിടട്ടെ. എന്നിലേക്ക് വിടട്ടെ. ഞാനൊന്നുമില്ല കർത്താവേ, ഞാനൊന്നുമില്ല. എന്നിലേക്ക് വിടട്ടെ. ബാബാരി 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 ബാബാ. അപ്പച്ചാ എന്റെ കണ്ണുകളിലേക്ക് അഗ്നി ഇറങ്ങട്ട് കർത്താവേ. ബ്രെയിനിലേക്ക് ഇറങ്ങട്ട് കർത്താവേ. എന്റെ ബ്രെയിനിലേക്ക് തലയിൽ ഇങ്ങനെ അഭിഷേകം ഒഴുകിക്കൊണ്ടിരിക്കുക. എത്ര പേർക്കുണ്ട് ഇങ്ങനെ കിരീടം പോയിക്കുക, കിരീടം പോവുകയാണ് എനിക്കുണ്ട്. യെസ്, ഇങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. പരിവർത്തിച്ചുകൊണ്ടിരിക്കും തലയിൽ. എന്റെ ബ്രെയിനിലേക്ക് ഇറങ്ങട്ടെ. എന്റെ ബ്രെയിനിന്റെ കേടുപാടുകൾ നീക്ക്. പുതിയ ബ്രെയിൻ യുവാവിന്റെ ബ്രെയിൻ തരണമേ അപ്പച്ചാ. ഈ ജീവിതത്തിലെ വേണ്ടാത്തെല്ലാം ദൈവം മാറ്റിക്കളയാൻ പോട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പച്ചാ 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 ഏൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഏൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. ഏൽപ്പിച്ചിരുന്നു കർത്താവേ. ഹല്ലേലൂയ. Holy Spirit, ആമേൻ. ആമേൻ. ശാശി ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ എല്ലാം പൂരോടും ഹല്ലേലൂയ. ഹല്ലേലൂയ. I give you praise. ഹല്ലേലൂയ. I worship you, Jesus. ഹല്ലേലൂയ. Holy Spirit, fire. ഹല്ലേലൂയ. 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 അപ്പച്ചാ കൃപ. ഹല്ലേലൂയ. ഹല്ലേലൂയ. It's not by might, Hallelujah. not by power, but by Hallelujah. grace. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. അപ്പച്ചാ അപ്പച്ചാ കരങ്ങളിലേക്ക് അപ്പച്ചന്റെ തീ കർത്താവിനെ ഫയർ ആക്കണമെന്ന് പറ. വർഷം വരും, തീ വരുന്നു, തീ വരുന്നു, തീ വരുന്നു. രാത്രി തീ പ്രാപിച്ചിട്ടേ പോകണം. യെസ്, തീയുടെ അഭിഷേകം പ്രാപിച്ചിട്ടേ പോകണം. അഭിഷേകം. ഫയറിന്റെ അഭിഷേകം, അഗ്നിയുടെ അഭിഷേകം ഹല്ലേലൂയ. അസ്ഥികളിൽ തീ ഒഴുകുന്നുണ്ട്. അസ്ഥികളിൽ ഈ സ്പ്രിങ്ങിൻ്റെ അകത്ത് തീ ഒഴുകുന്നത് പോലെ, കോഴിൻ്റെ അകത്ത് തീ ഒഴുകുന്നത് പോലെ അസ്ഥികളുടെ അകത്തൂടെ തീ ഒഴുകാൻ പോവാം. തീ ഒഴുകാൻ പോവാം. തീ ഒഴുകാൻ പോവാം. അസ്ഥികളെ തീ പിടിക്കാം. അസ്ഥികളെ തീ പിടിക്കാം. അസ്ഥികളെ തീ പിടിക്കട്ടെ. അസ്ഥികളെ തീ പിടിക്കട്ടെ. യെസ്, ബോണി തീ പിടിക്കട്ടെ. ബോണില് ബോണിൽ തീ പിടിക്കട്ടെ. ബോണി തീ പിടിക്കട്ടെ. യെസ്, നിങ്ങളുടെ ജോയിൻസിലെ തീ പിടിക്കുന്നു. നിങ്ങളുടെ ബോഡിയിലെ ജോയിൻസിലെ തീ പിടിക്കുന്നു. യെസ്, അഴിഞ്ഞുപോട്ടെ. വേദന അഴിഞ്ഞുപോട്ടെ. വേദന അഴിഞ്ഞുപോട്ടെ. വേദന അഴിഞ്ഞുപോട്ടെ. തലവേദന അഴിഞ്ഞുപോട്ടെ. മൈഗ്രൈൻ അഴിഞ്ഞുപോട്ടെ. ഓ ഹല്ലേലൂയ. എല്ലാ അസ്വസ്ഥ അഴിഞ്ഞുപോട്ടെ. തലയ്ക്കകത്ത് അസ്വസ്ഥ അഴിഞ്ഞുപോട്ടെ. അവിചാരം കഴിഞ്ഞുപോട്ടെ. തലക്കടിക്കുന്ന വ്യാപിചാരം കഴിഞ്ഞുപോട്ടെ.
എനിക്കെതിരെ ചെയ്തിരിക്കുന്ന ആഭിചാരങ്ങൾ, പണത്തിനെതിരെ ചെയ്തിരിക്കുന്ന ആഭിചാരങ്ങൾ, എന്റെ വസ്തുവിനെതിരെ ചെയ്തിരിക്കുന്ന ആഭിചാരങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ പകൽക്കാലം ഹല്ലേലൂയ. അപ്പച്ചാ, Thank you, Master. You are here, King of Kings. ഹല്ലേലൂയ. You are here, King of Kings. ഹല്ലേലൂയ. Hallelujah. Our ഹല്ലേലൂയ. Master is here. അപ്പച്ചാ, Jesus. Hallelujah. ഹല്ലേലൂയ. Our Master Jesus is here. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Oh, hallelujah. ഹല്ലേലൂയ. I worship you, Jesus. I give you glory, honor, praise. Jesus. എല്ലാ വർഷിപ്പ് അങ്ങനെ തരുന്നു. എല്ലാ മഹത്വം ഹല്ലേലൂയ. Jesus. ഹല്ലേലൂയ. You are Son of God, Redeemer, King of Hallelujah. Kings. Touch. ഹല്ലേലൂയ. അങ്ങനെ ജനത്തെ തൊട്ടാൽ കർത്താവേ. ഹല്ലേലൂയ. അപ്പച്ചാ, ഹല്ലേലൂയ. അങ്ങനെ ജനത്തെ ഹീലാക്കിയാലും ഹല്ലേലൂയ. അങ്ങനെ ജനത്തെ ഉപയോഗിച്ചാലും കർത്താവേ. റിബാറാക്കാമാനസി. ഹല്ലേലൂയ. 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 Oh, hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ചിലരെ ഇന്ന് രാത്രി തീയാക്കാൻ നീ ആഗ്രഹിക്കുക. ആമേൻ. നിങ്ങൾ ഫയർ കർത്താവ് കൊണ്ടുവരാൻ പോവാ. യെസ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മരുന്ന് കർത്താവ് എന്താ പറഞ്ഞത്, തീപ്പെട്ടി വരയ്ക്കുന്നത് പോലെ, മനസ്സിലായോ? ഒരു ഫയർ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവാ. ആമേൻ. ഒരു ഫയർ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവാ. ഹല്ലേലൂയ. നിങ്ങൾ ഒരുക്കി കൊടുത്താൽ, നിങ്ങളുടെ ഹൃദയം ഒരുക്കി കൊടുത്താൽ, കർത്താവേ, ഏൽപ്പിച്ചിരുന്നു. നിങ്ങളുടെ ഹൃദയം സറണ്ടർ കൊടുത്താൽ, അപ്പച്ചാ, സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു. വേറെ ഒന്നും ചിന്തിക്കാതെ അപ്പച്ചാ, കർത്താവോട് പറ, അഭിഷേകം എനിക്ക് വരട്ടെ. അഭിഷേകമില്ലേക്ക് ഇന്ന് മുതൽ അത് കത്തട്ടെ എന്നിൽ. ഈ നിമിഷം മുതൽ, ഹല്ലേലൂയ. ഈ നിമിഷം മുതൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നിൽ കത്തട്ടെ. ഹല്ലേലൂയ. ഞാൻ വചനം വായിക്കുമ്പോൾ എനിക്ക് കത്തട്ടെ. അത് വചനം വായിക്കുമ്പോൾ ഞാൻ പ്രസംഗം കേൾക്കുമ്പോൾ അത് കത്തട്ടെ. യെസ്. കത്തട്ടെ. ടച്ച്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ. കോടികൾ കൊടുത്താലും കിട്ടാത്ത അനുഗ്രഹം ദൈവം നമുക്ക് തരാൻ പോകുന്നത്. ആമേൻ. ആമേൻ. കോടാനുകോടികൾ കൊടുത്താലും കിട്ടാത്ത അനുഗ്രഹം. ഹല്ലേലൂയ. യെസ്. ഹല്ലേലൂയ. 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 അനുഗ്രഹത്തിനായി സറണ്ടർ കൊടുത്താലും ഹല്ലേലൂയ. ഇതൊന്നും ലാഭമായി എടുക്കരുത്. ഹല്ലേലൂയ. ഭയങ്കര പ്രയോറിറ്റിയുള്ള സാധനങ്ങൾ അതൊക്കെ. ഹല്ലേലൂയ. ആർക്കും ലഭിക്കാത്ത, ഓ ഹല്ലേലൂയ, സമ്പൂർണ്ണത നമുക്ക് കർത്താവ് തരുന്നത്. സ്പെഷ്യൽ ഗിഫ്റ്റാണ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാത്രി പ്രാപിച്ചാൽ യെസ്. ഹല്ലേലൂയ. ടച്ച്. ഹല്ലേലൂയ. പ്രാപിക്കുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നിങ്ങളുടെ കുറവുകൾ ക്ഷമിക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ. കഴി ശുദ്ധീകരിച്ച കർത്താവ് എന്നെ ഹല്ലേലൂയ. ആത്മാവിൽ നിറച്ചാൽ നിറയ്ക്കണമേ. ഫയറാക്കി മാറ്റണം. ഫയറായി തീരട്ടെ. അപ്പച്ചാ, ഹോളി ഗോസ്റ്റ് ഫയർ. കിരീടമായി ഹോളി ഗോസ്റ്റ് ഫയർ. ഫയറാവും. അഗ്നി ഹോളി ഗോസ്റ്റ് ഫയർ. അഗ്നി ഇറങ്ങട്ടെ. ഹോളി ഗോസ്റ്റ് ഫയർ. അഗ്നി എന്നിലേക്ക് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ഹോളി ഗോസ്റ്റ് ഫയർ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഫയർ? അപ്പച്ചാ, ഫയർ ടച്ച് ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. അല്ല, എന്റെ കാലിൽ കഴിഞ്ഞ ഫയർ ഒഴിക്കൊണ്ടിരിക്കും. യെസ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർക്ക് ആ ഫയർ ടച്ച് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ബറബാന യെസ്. ബാബാ. ഫയർ. ഏൽപ്പിച്ചിരുന്നു. ഫയർ. അപ്പച്ചനെ ഫയർ. യെസ്. എത്ര പേർക്ക് ആ ഫയർ ടച്ച് ചെയ്യുന്നുണ്ട് രാത്രി? യെസ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഫയർ. ഹല്ലേലൂയ. ഫയർ. ഹല്ലേലൂയ. കർത്താവേ, ഫയർ. കൃപ ടച്ച്. എന്നെ സമ്പൂർണ്ണമായി ടച്ച്. ഏൽപ്പിച്ചിരുന്നു. ടച്ച്. ഇതിനകത്ത് യാതൊരു ടച്ച്. കളങ്കവും കയറരുത് കർത്താവേ. ടച്ച്. യാതൊരു ടച്ച്. ബന്ധവും വരരുത് അപ്പച്ചാ. റിസീവ്. ആമേൻ. ഞാൻ റിസീവ്. ഞാൻ റിസീവ് ചെയ്യുന്നു. റിസീവ്. യെസ്. കർത്താവ് തൊടുന്നു. കർത്താവ് തൊടുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ തൊടുന്നു. ആമേൻ. ഞാൻ ഫയർ തൊടുന്നു. ഫയർ തൊടുന്നു. യെസ്. ആമേൻ. ആമേൻ. ഫയർ നിങ്ങളെ തൊടുന്നു. യെസ്. ഏൽപ്പിച്ചിരുന്നു. ദിഖമാനാസ്. യെസ്. ഏൽപ്പിച്ചിരുന്നു. ഓറിമാനാഹസി. അപ്പച്ചാ, താങ്ക് യു ജീസസ്. യെസ്. കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ. ഫയർ വന്നിട്ടുണ്ട്. ഫയർ വന്നിട്ടുണ്ട്. യെസ്. ഏൽപ്പിച്ചിരുന്നു. അപ്പച്ചാ, എന്റെ കരങ്ങളിൽ അഗ്നിയിലേക്ക് ഒഴുകട്ടെ. ജീസസ്. അഗ്നി നദി എന്നിലേക്ക് ഒഴുകട്ടെ കർത്താവേ. ജീസസ്. അവന്റെ മുന്നിൽ നിറയട്ടെ. എല്ലാവരും പറയുന്നത് എന്നെ നിറയട്ടെ. എന്നിൽ നിറയ്ക്കണമേ. എല്ലാവരും പറയുന്നത് എന്നെ നിറയട്ടെ. അപ്പച്ചാ, എന്നെ നിറയട്ടെ. നിറയ്ക്കണമേ. എന്നെ തീ നിറയട്ടെ. നിറയ്ക്കണമേ കർത്താവേ. തീരഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ. തീരഭിഷേകം നിറയട്ടെ. എല്ലാവരും പറയുന്നത് തീരഭിഷേകം നിറയട്ടെ. എല്ലാവരും പറയുന്നത് തീരഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ. എന്നെ നിറയട്ടെ. നിറയ്ക്കണമേ. എന്നെ നിറയട്ടെ. ഹല്ലേലൂയ. എന്നെ നിറയട്ടെ. എന്നെ നിറയ്ക്കണമേ. ഉറവാനവാസ്. യെസ്. തീയാട്ടെ. റിബാബാ. ഹല്ലേലൂയ. 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 എന്നെ നിറയ്ക്കണമേ അപ്പച്ചാ. അങ്ങയുടെ അഗ്നിയാൽ എന്നെ നിറയ്ക്കണമേ. റിബാബാ. Fire. റിബാബാ. Fire. അപ്പച്ചാ. Fire. അപ്പച്ചാ. Fire. ആത്മാവുശേഷിക്കാത്ത ജനങ്ങളാൽ Fire. അങ്ങയുടെ Fire. രക്ഷാവാദം Fire. ചെയ്യുമ്പോൾ അപ്പച്ചാ, Fire. എന്റെ ഹൃദയത്തിന്റെ Fire. ചിന്ത ഈ Fire. ഇന്നലെന്ന
Fire. Holy Ghost 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 fire. Touch. There was a large company of tax collectors and others reclining at table with them. And the Pharisees and Touch. Fire on me. Fire on me. Fire on me. Fire on me, Holy Spirit. Fire on me, Holy Spirit. Fire on me, Holy Spirit. Little bit of fire on me, Holy Spirit. Hallelujah. നിങ്ങളുടെ ഹൃദയം തുറന്ന് പറഞ്ഞാലും Hallelujah. കൃപ ചെയ്യണമേ അപ്പച്ചാ കൃപ അപ്പച്ചാ കരങ്ങളിലേക്ക് തരുന്നു അപ്പച്ചന്റെ അപ്പച്ചാ കരങ്ങളിലേക്ക് തരുന്നു അതിന്റെ മേലുള്ള അന്യായം ബന്ധം ഒഴിയട്ടെ അതിന്റെ മേലുള്ള അന്യായം disciples saying, "Why do you eat and drink with tax collectors and sinners?" എല്ലാവരും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാലും Hallelujah, Holy Spirit. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. We worship you, Jesus. We worship you, Jesus. Feel fire on us, power on us. ദൈവത്തിന്റെ പവർ ഞങ്ങൾ ഒഴുകട്ടെ, തീ ഞങ്ങൾ ഒഴുകട്ടെ, നിറച്ചാൽ കവിഞ്ഞാൽ. ഹല്ലേലൂയ. ഈ അഭിഷേകത്തെ പോര കർത്താവേ, ഈ അഭിഷേകത്തെ പോര കർത്താവേ. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ വായിക്കുന്ന കർത്താവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ ശക്തിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി തീരുവാൻ, മുന്നേറ്റത്തോളം സാക്ഷികളായി തീരുവാൻ ആ ശക്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഒഴുകട്ടത് ആ ശക്തിയോടെ ആരംഭിക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിന് ഉണർവിടെ ആരംഭിക്കട്ടെ. ടെക്സസിലോട്ട് ഒഴുകട്ടെ കർത്താവേ. 50 സ്റ്റേറ്റുകൾ ഒഴുകട്ടെ കർത്താവേ. US മുഴുവൻ ഒഴുകട്ടെ, ഇന്ത്യയിലോട്ട് ഒഴുകട്ടത്, ആഫ്രിക്കയിലോട്ട് ഒഴുകട്ടെ, ചൈനയിലോട്ട് ഒഴുകട്ടെ, ഇറാനിലോട്ട് ഒഴുകട്ടത്, ഇറാഖിലോട്ട് ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവിടുന്ന് ഹല്ലേലൂയ ശക്തി പുറപ്പെടട്ടെ കർത്താവേ. ഒഴുകട്ടത് അതിന്റെ ആരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്യട്ടെ കർത്താവേ. ഈ ഗാർഡനിലുള്ള എല്ലാവരും ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ടെക്സസിൽ നിന്ന് കടന്നു വരട്ടെ, അനേക സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്റ്റേഡിയങ്ങളിലോട്ട് ആരാധന മാറട്ടെ.
ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ, അടയാളം നടക്കട്ടെ, വീരപ്രവൃത്തി നടക്കട്ടെ. ഉള്ള കോളേജുകളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ, യൂണിവേഴ്സിറ്റികളോട് പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലെ വിഷയം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ജോലി മണ്ഡലങ്ങളിലെ വിഷയത്തിന് ശക്തി വ്യാപരിക്കട്ടെ. യെസ്. താങ്ക് യു ജീസസ്. കർത്താവ് പറയുന്നു, ഈ ഒരു വലിയ നമ്മളിങ്ങനെ കേബിൾ ഉണ്ടല്ലോ, കേബിൾ ചുറ്റി ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി വരും. അതിങ്ങനെ റെഡിയായി നിൽക്കുക. നമ്മൾ കർത്താവായിട്ട് കണക്ട് ചെയ്യാൻ പറയും. ഹല്ലേലൂയ. കണക്ട് ചെയ്ത് കൊടുക്കണം. ഒരു ആത്മീയ നന്മ കർത്താവ് തരാൻ പോവാ. ഒരു കിണർ തുറന്നത് രാത്രി. ഭൗതിക നന്മകൾ കർത്താവ് തരും. കിണറൊന്ന് രാത്രി തുറന്നിരിക്കും കർത്താവ്. അത് ജീവിതത്തിലോട്ട് ഒഴി വരും. ജീവജല നദികൾ ഒഴി വരാൻ പോകും. ജീവജല നദികൾ ജീവിതത്തിൽ ഒഴി വരാൻ പോകും. ഹല്ലേലൂയ. അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങും. കർത്താവ് തുടങ്ങാൻ പോകും. ഹല്ലേലൂയ. ജീസസ്. ആടിനിങ്ങനെ പ്ലാവില കൊടുക്കുന്നത് പോലെ മനസ്സിലായോ? വചനം പഠിപ്പിക്കാൻ പോകാം. ഫീഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് വചനത്തിൽ ഇരിക്കാൻ ദൈവം പറയുക. ശുദ്ധാത്മാവ് നിങ്ങളെ ഫീഡ് ചെയ്യും. ശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ വചനം ഡിസ്കസ് ചെയ്യാൻ കർത്താവ് പറയാം. അടിയുണ്ടാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും വചനം ഡിസ്കസ് ചെയ്യാൻ പറയാം. മനസ്സിലായി? ഡിസ്കസ് ചെയ്യാൻ പറയാം. വായിച്ച് ഡിസ്കസ് ചെയ്യാം. ദൈവം പഠിപ്പിക്കാൻ ചില മർമ്മങ്ങൾ ദൈവം പഠിപ്പിച്ചു. നോട്ട് ബുക്ക് എഴുതി വെക്കാൻ കർത്താവ് പറയും. നോട്ട് ബുക്ക് എഴുതി വെക്കണം. ആലോചിച്ച പോലെ എഴുതി വെക്കണം. എഴുതി വെക്കാൻ കർത്താവ് പറയാം. അന്നേരം എഴുതി വെക്കണം. ഇന്നത്തേതിന് നിങ്ങൾക്ക് പ്രയോജനമായി തരും. നിങ്ങൾക്ക് ഒരു ബൈബിൾ കോളേജ് അല്ലെങ്കിൽ ബൈബിൾ സ്കൂൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ബൈബിൾ കോളേജിൽ പോയില്ലെങ്കിലും ദൈവത്തിന്റെ ഒരു ബൈബിൾ കോളേജ് മനസ്സിലായോ? ദൈവത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം. നിങ്ങളൊരു ക്ലാസ്സിൽ പോകുന്ന പോലെ തന്നെ കർത്താവ് വിശുദ്ധാത്മാവിന്റെ മുന്നിൽ വചനമായിട്ടിരിക്കണം. 20 minutes 45 minutes അല്ലെങ്കിൽ ടൈം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം അതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു ഗ്രാജുവേഷൻ ഒക്കെ തരും. നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യും. എങ്ങനെയാണ് ദൈവത്തിന്റെ വീഡിയോ കർത്താവിനെ തരുന്നത്. ദൈവം നിങ്ങളെ ഗ്രാജുവേറ്റ് ചെയ്യുന്നവരാണ്. ബൈബിൾ കോളേജിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നവർ ദൈവം നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യും. ദൈവത്തിന്റെ ജ്ഞാനം ബുദ്ധിയും പരിജ്ഞാനമൊക്കെ നിങ്ങൾ തരാൻ ആഗ്രഹിക്കും. നിങ്ങളെ തന്നെ ഉടയ്ക്കേണ്ടതായിട്ട് ആവശ്യം ദൈവം പറയുക. ഇനിയും ഉടയ്ക്കണം ദൈവം പറയുന്നത്. അവിടെ കൈതച്ചക്ക അതിന് തോളോടുകൂടി ഇരുന്നാൽ കഴിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ആ തുറന്ന് തൊലിയും സ്കിന്നും അതിൻ്റെ മുള്ളുമൊക്കെ കളഞ്ഞെങ്കിൽ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ തന്നെ വീണ്ടും ഉടയ്ക്കാനാണ് പറയുന്നത്. നിങ്ങളെ തന്നെ ദൈവത്തിന് സറണ്ടർ ചെയ്ത് ഉടയ്ക്കാനാണ് പറയുന്നത്. നല്ലൊരു നല്ല ദൈവത്തിന് നിങ്ങളെ ദൈവത്തെ ഉദ്ദേശിക്കുന്ന രീതിയിലാക്കി തീർക്കാൻ പറ്റത്തുള്ളൂ. ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ രണ്ടുപേരും ദൈവം കണ്ടത് ഉദരത്തുവീഴ്ച കണ്ടു. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിക്കാണ്ട് ഏൽപ്പിച്ചു കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഈ ജീവനില്ലാത്ത പറഞ്ഞേ മീൻസ് ഈ ജീവനില്ലാത്ത ആത്മാക്കളുണ്ടല്ലോ, പുതിയ ആൾക്കാർ ചത്തു കിടക്കുന്നുണ്ടല്ലോ, അവിടെ ദൈവം പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുക. ശരീരത്തില് അസ്ഥികളിലൂടെ ജീവനില്ലാത്ത അസ്ഥികളോടെ ഇടയിലിട്ട പോലെ അങ്ങനെയുള്ള ആൾക്കാരുടെ ദൈവത്തിന് പകലിടാൻ ആഗ്രഹമുണ്ട്. അതായത് നിങ്ങൾ ഇതെല്ലാം പ്രോസസ്സുകൾ കടന്നു വാങ്ങി മാത്രമേ ഉള്ള ദൈവത്തിന് പറഞ്ഞു വയ്ക്കാൻ. മനസ്സിലായോ? നമ്മൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണ്ടേ? അഭിഷേകമില്ലാതെ നിങ്ങൾ നിൽക്കാൻ പറ്റും തന്നെയാണ്. ഹല്ലേലൂയ. യേശുവിനെ നിങ്ങൾ സംഭവിക്കും. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കഴിഞ്ഞ ആഴ്ച വലിയൊരു സാക്ഷ്യങ്ങൾക്ക് ഇടയായി.